നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ പറഗേറ്ററി നരകത്തിൽ നിന്ന് അങ്ങനെ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെത്തി. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെത്തിയ മാർക്ക് നേരെ പോയത് നേരത്തെ പരിചയപ്പെട്ട ആ കടക്കാരൻ്റെ അടുത്താണ്. ആ കടക്കാരൻ മാർക്കിനെ കണ്ടതും ഒന്ന് ചിരിച്ചു. ഹേയ് സുഹൃത്തെ, അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? ശരിക്കും മാർക്കിനെ അയാൾക്ക് നന്നായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് അയാളുടെ ആ വാക്കുകൾ മാർക്കിനോട് പറയുകയും ചെയ്തു. മാർക്ക് കൗതുകത്തോടെ അയാളൊന്ന് നോക്കിയിട്ട് മാർക്കിൻ്റെ നിലവറയിൽ മാർക്ക് കരുതിയിരുന്ന പല സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചു. ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഹുനാൻ്റെയും ഫെങ്ങിൻ്റെയും വിമെറ്റയുടെയൊക്കെ ഇന്നർ കോറുകളുണ്ട്. അതുപോലെ ഡീമൺ ബീസ്റ്റുകളുടെ ഇന്നർ കോറുകളുണ്ട്. ആ കടക്കാരൻ മാർക്കിന് ചില സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരമായിട്ട് ബാർട്ടർ സിസ്റ്റം അനുസരിച്ച് കൊടുക്കേണ്ട സാധനങ്ങളാണ് മാർക്ക് അവിടെ എത്തിച്ചത്. ആ സാധനങ്ങളിലേക്ക് നോക്കിയ ആ കടക്കാരൻ ഒന്ന് ചിരിച്ചു. ഏയ് സുഹൃത്തെ, ഈ ഹുനാനും ഫെങ്ങും മെറ്റയും ശരിക്കും ക്രൂരന്മാരായിരുന്നു. അവര് എന്തുമാത്രം ഡീമനുകളെയാണ് കൊന്നതെന്നറിയാവോ? ഡീമൺ റേസിന് അവർ 3 പേരും ഒരു ത്രട്ട് തന്നെയായിരുന്നു. സുഹൃത്തെ, നിങ്ങൾ അവരെ ഇല്ലാതാക്കിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വില കുറച്ച് സാധനം തരാം, ഇത് എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഹൂനന്റെയും ഫെങ്ങിന്റെയും മെറ്റയുടെയും ഇന്നർ കോറുകൾ മാർക്കിനടുത്തേക്ക് അയാൾ നീക്കി വെച്ചു. അയാൾക്ക് ആവശ്യമായ ബാക്കി സാധനങ്ങൾ മാത്രം അയാൾ എടുത്തിട്ട് സോൾ കണ്ടൻസ് ചെയ്യാനുള്ള ഒരു ഗ്രാസ് മാർക്കിന് അയാൾ എടുത്തു വെച്ചു. ശരിക്കും നീളമുള്ള പുല്ലാണ്. ആ പുല്ല് ഉപയോഗിച്ച് ഒരു മരുന്നുണ്ടാക്കിയാൽ മാർക്കിന്റെ ആ കേടായ സോള് ശരിയാകും. ആ സോള് ശരിയാക്കാൻ വേണ്ടിയാണ് മാർക്ക് യഥാർത്ഥത്തിൽ പറഗറ്ററിയിലേക്ക് പോയത് തന്നെ. ആ പുല്ല് മാർക്കിനടുത്തേക്ക് നീക്കി വെച്ച് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു യുദ്ധം അനിവാര്യമാണ്. ഡീമൺ റേസും ഹ്യൂമൻ റേസും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ശരിയും തെറ്റും ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിനൊരു കൗതുകം. മാർക്ക് കൗതുകത്തോടെ അയാളോട് ചോദിച്ചു, അല്ല, ഈ ഡീമനുകളെ കൊന്നൊടുക്കുക എന്നുള്ളത് മനുഷ്യരുടെ ഒരു രീതിയല്ലേ? സുഹൃത്തെ, നിങ്ങൾ ഇവിടെ കാണുന്ന പലരും ഡീമൺ റേസിന്റെ ഭാഗമായ ആളുകളാണ്. കാലങ്ങളുടെ സ്പിരിച്വൽ എനർജി സ്വാധീനം കൊണ്ടും ഡിവൈൻ സെൻസ് രൂപപ്പെട്ട് പതുക്കെ പതുക്കെ പലരും മനുഷ്യരായി രൂപം മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുന്ന ആളുകളെ രണ്ടാം തര പൗരന്മാരായിട്ട് നേരത്തെ മനുഷ്യരായി മാറിയ ആളുകൾ കരുതുന്നിടത്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ നടക്കുന്നത്. മനുഷ്യർക്ക് മനുഷ്യ കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമ്പോൾ ആ കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന്റെ ആളുകൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ ആളുകൾക്കും ഉണ്ട്. പണ്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായ കഥ മനുഷ്യൻ സ്വാഭാവികമായിട്ടും മറക്കും. പുതുതായി പരിണമിച്ചുണ്ടാകുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ മനുഷ്യകുലത്തിന് ഒരു മടി. അയാള് ആ തിയറിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ നമ്മൾ കാണാത്തൊരു കാഴ്ച അവിടെ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുകയാണ്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ അയാളുടെ വാക്കുകൾ ഭൂമിയും ബ്ലാക്ക് പ്ലാറ്റ്ഫോമിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ആലോചിക്കുമ്പോൾ അയാൾ മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഞാനും ഡീമൺ റേസിന്റെ ഭാഗമായ വ്യക്തിയാണ്. ശരിക്കും അയാളുടെ ആ ഡയലോഗ് മാർക്കിനെ തെല്ലെന്നല്ല അമ്പരപ്പിച്ചത്. അയാള് ഹ്യൂമൻ റേസിന്റെ ഭാഗമാണെന്നാണ് അതുവരെയും മാർക്ക് കരുതിയിരുന്നത്. മാർക്ക് കൗതുകത്തോടെ അയാളൊന്ന് നോക്കി. അയാൾ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണ്. മാർക്കിന് പരിചയമുള്ള ഇമോർട്ടൽ ക്രെയിനിനെ പോലെ, മാർക്കിന് പരിചയമുള്ള മറ്റനവധി ഡീമൺ റേസുകാരെ പോലെ അയാളും ഒരു മനുഷ്യൻ തന്നെയാണ്. ശരിക്കും അയാള് മനുഷ്യനായി മാറിയിട്ട് കാലം ഒരുപാടായെന്ന് അയാളെ നോക്കുന്ന ആർക്കും മനസ്സിലാവും. അയാൾ മാർക്കിന്റെ ആ അന്താളിപ്പ് കണ്ടതും മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇവിടെ നിങ്ങൾ സത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ആളുകളെ കാണും, ആണ് പെണ്ണുമായിട്ട്. ഒരുപാട് സുന്ദരികളായ സ്ത്രീകളെ നിങ്ങൾ കാണും. ആ സുന്ദരികളിൽ പലരും ഡീമൺ റേസിൽ നിന്നുള്ള ആളുകളാണ്. മാർക്കിന്റെ കൗതുകം ഒന്നുകൂടി കൂട്ടുകയാണ് അയാളുടെ ആ ഡയലോഗ്. എന്തായാലും മാർക്ക് അയാളോട് യാത്ര പറഞ്ഞിട്ട് ആ സത്രത്തിലെത്തി. മൂൺ പവലിയൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സത്രത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇഷ്ടംപോലെ മുറികളുള്ള ഒരു സത്രമാണ്. മാർക്ക് ഫെല്ലർ അവിടെ എത്തിയപ്പോൾ മാർക്കിനടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. അവര് സ്വയം പരിചയപ്പെടുത്തി. അവരുടെ പേര് ജീന എന്നാണ്. മാർക്ക്, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച് ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് പറയാം. അതെന്താ മാർക്ക്, നീ ആ സോട്ട്മാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാർക്ക് ഫെല്ലർ ആ പറഗേറ്ററിക്കകത്ത് ഹൂനനെയും ഫെങ്ങിനെയും മെറ്റയും നേരിട്ട ആ സമയത്ത് മാർക്കിനൊപ്പം ആ ടീഷാനും കൂട്ടരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് മാർക്കിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. അവരെയൊക്കെ മാർക്ക് അവസാനിപ്പിച്ച ആ നിമിഷത്തിൽ അവിടേക്ക് അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു മനുഷ്യനെത്തിയിരുന്നു. അയാള് മാർക്കിനോട് ഒരു വാചകം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് പൂർണ്ണമായും ഭേദമായതിനു ശേഷം മാത്രമേ അയാൾ മാർക്കിനെ നേരിടൂവെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ
ആകാശത്തേക്ക് വാള് വീശി അവിടെ ഒരു വിള്ളലുണ്ടാക്കി ആ വിള്ളലിലൂടെ അപ്രത്യക്ഷമാവുകയായിരുന്നു. മാർക്കിനെ അമ്പരപ്പിച്ച ഒരു വൈദഗ്ധ്യം അയാൾക്കുണ്ട്. അയാൾ മാർക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുകളിലാണ്. അതും മാർക്കിന് തോന്നിയ കാര്യമാണ്. അയാളെക്കുറിച്ചാണ് ആ സ്ത്രീ മാർക്കിനോട് സംസാരിച്ചത്. അത് കേട്ടത് മാർക്ക് അവരോട് ചോദിച്ചു, അല്ല ജീന, ശരിക്കും അയാൾ ആരാണ്? മാർക്ക്, അയാളുടെ ഒറിജിൻ ഹോളി റീജിയനാണ്. ഹോളി റീജിയനോ? അതെ, ഹോളി റീജിയനിലെ ശരിക്കും ശക്തനായ ഒരു യോദ്ധാവായിരുന്നു ആ മനുഷ്യൻ. അയാളുടെ പേര് ഹീമൻ എന്നാണ്. ഹീമനോ? അതെ, ഹീമൻ. അയാളുടെ സഹോദരിയെ ആ ഷീ കുടുംബത്തിലെ ഒരാൾ ആക്രമിച്ചിരുന്നു. ആക്രമിക്കുകയല്ല, യഥാർത്ഥത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയാം. അതിൽ മനസ്സ് നൊന്ത ഈ ഹീമൻ പകരം ചോദിക്കാനായി കുതിരപ്പുറത്ത് ഷീ കുടുംബത്തിലേക്ക് പോയിരുന്നു. അന്ന് ഷീ കുടുംബത്തിലെ ഒരുപാട് ആളുകളെയാണ് ഹീമൻ കൊന്നൊടുക്കിയത്. ആ യുദ്ധത്തിൽ അവരുടെ ഏറ്റവും ശക്തനായ യോദ്ധാവ് ലീമൻ വരെ പരിക്കേറ്റ് പിൻവാങ്ങുകയായിരുന്നു. ഷീ ലീമൻ അതിശക്തനാണെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർക്ക് അറിയാം. മാർക്ക് അയാളുടെ ശക്തി നേരിൽ കണ്ടിട്ടുള്ള വ്യക്തിയുമാണ്. ആ ലീമനെ വരെ പരിക്കേൽപ്പിച്ച വ്യക്തിയാണ് ഈ ഹീമൻ എന്ന വ്യക്തി. മാർക്ക് കൗതുകത്തോടെ ജീന പറയുന്ന കേൾക്കുകയാണ്. ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിനുശേഷം അവിടെയുള്ള 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ചേർന്ന് അവനെ ഈ പറഗേറ്ററിയിലേക്ക് നാടുകടത്തിയതാണ്. പറഗേറ്ററിയിൽ ഡീമനുകളുമായി എതിരിട്ട് അവൻ അവൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് മാർക്ക്, പക്ഷേ നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. മാർക്കിന് ആ വിവരങ്ങൾ വല്ലാത്തൊരു അതിശയമാണ് ഉണ്ടാക്കിയത്. ജീന നൽകിയ വിവരങ്ങൾ മാർക്കിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കിയ വിവരങ്ങളാണ്. മാർക്ക് കൗതുകത്തോടെ ആ കാര്യം ആലോചിക്കുമ്പോൾ ജീന മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്റർടൈൻമെന്റിന് എന്തെങ്കിലും സംവിധാനം വേണോ? ജീന എന്താ അങ്ങനെ ചോദിച്ച്? മാർക്ക്, ഇവിടെ ഒരുപാട് പെമ്പിള്ളരുണ്ട്, മനുഷ്യകുലത്തിൽ പെമ്പിള്ളരും അതുപോലെ ഡീമൺ റേസിലെ പെമ്പിള്ളരും ഒക്കെ ഉണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി, ആരെ വേണമെന്ന് മാർക്ക് പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്ക് വേണ്ട, എൻ്റെ പണമൊന്നുമില്ല. മാർക്ക് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ വിഷയത്തിൽ മാർക്കിന് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ള ഒരു കാര്യം ഞാൻ പറയാം, പക്ഷെ അതിന് മാർക്ക് എനിക്ക് പണം നൽകണം. എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? മാർക്ക്, മിനിമം 10 സ്പിരിറ്റ് എസൻസ് എങ്കിലും എനിക്ക് വേണം. അതൊന്നും എൻ്റെ കയ്യിലില്ല. മാർക്ക്, നോക്ക്, നിന്റെ കയ്യിൽ സ്പിരിറ്റ് എസൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലെ ആർക്കാ ആ കാര്യം അറിയാത്തത്? ഇവിടെയുള്ള മുഴുവൻ സ്പിരിറ്റ് എസൻസും ഇപ്പോൾ നിന്റെ കൈവശമല്ലേ? ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലെ 80% സ്പിരിറ്റ് എസൻസും മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ആ സിറ്റിലോടും സംഘവും നിർബന്ധിതരായത് ജീനയ്ക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ടതും മാർക്കും ജീനും തമ്മിൽ ഒരു വിലപേശൽ നടക്കുകയും അവസാനം 5 സ്പിരിറ്റ് എസൻസിന് മാർക്ക് കരാർ ഉറപ്പിച്ചു. കരാർ ഉറപ്പിച്ചതും ജീന മാർക്കിനോട് ഒരു കഥ പറഞ്ഞു. ജീന മാർക്കിന് ഒരു ഇൻഫർമേഷൻ നൽകി. മാർക്ക്, ഈ പറഗേറ്ററിയിലെ 6th ലെവലിൽ 1 മാസത്തിനകം ഒരു സംഭവം ഉണ്ടാവും. എന്ത് സംഭവം? മാർക്ക്, അവിടെ ഒരു വലിയ ജിൻസിങ് ഉണ്ട്. ഇഞ്ചി പോലുള്ള ഒരു ചെടിയാണ് ഈ ജിൻസിങ് എന്ന് പറയുന്നത്. മാർക്ക് ജീന പറയുന്ന ആ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ജീന മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ജിൻസിങ് 1 മാസത്തിനകം ഒരു ഡീമനായി മാറും. ഡീമനായി ജിൻസിങ് മാറിയപ്പോൾ അതിൻ്റെ ഇലകളും വേരും എന്ന് വേണ്ട അതിൻ്റെ ഏത് ഭാഗവും വളരെ അമൂല്യമായി മാറും. അത് മാർക്ക് നിനക്ക് ഒരുപാട് ഗുണം ചെയ്യും. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഇൻഫർമേഷനാണ് ശരിക്കും ജീന മാർക്കിന് നൽകിയത്. മാർക്കിൻ്റെ തകരാറായിരിക്കുന്ന ഡിവൈൻ സെൻസിൻ്റെ തകരാറ് മാറ്റാനും മാർക്കിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലാ തരത്തിലും മാർക്കിനെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ആ ഡീമനായി മാറുന്ന ജിൻസിങ്. അത് കിട്ടിയാൽ മാർക്കിന് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ജീന പറഞ്ഞ വിവരങ്ങൾക്ക് പ്രതിഫലമായി മാർക്ക് അവൾക്ക് 5 സ്പിരിറ്റ് എസൻസ് കൊടുക്കുകയും ചെയ്തു. ആ 5 സ്പിരിറ്റ് എസൻസ് കല്ലുകളും മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തതും ജീന ചിരിച്ചുകൊണ്ട് മാർക്കിന്റെ മുറിയിൽ നിന്ന് പോയി. അവിടെ പോയി കഴിഞ്ഞതും മാർക്ക് ആ മുറി അങ്ങ് സീൽ ചെയ്തു. മുറി സീൽ ചെയ്ത മാർക്ക് ഫെല്ലർ അയാളുടെ നിലവറയിൽ നിന്ന് ഓരോ സാധനങ്ങളായി എടുത്ത് പുറത്തേക്ക് വെച്ചു. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് ഡീമൻ ബീസ്റ്റുകളുടെ ഇന്നർ കോറുകൾ ഇരിപ്പുണ്ട്. ആ കൂട്ടത്തിൽ ആ ഹൂനന്റെയും ഫെങ്ങിന്റെയും മെറ്റയുടെയൊക്കെ ഇന്നർ കോറുകളുണ്ട്. അതെല്ലാം മാർക്ക് എടുത്ത് മുമ്പിലേക്ക് വെച്ചു. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച മാർക്ക് ഫെല്ലർ ആ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിലെ ബ്രീത്തിങ് എക്സസൈസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു.
അതുവരെ മാർക്ക് പ്രാക്ടീസ് ചെയ്തിരുന്ന ബ്രീത്തിങ് എക്സസൈസ് മാർക്കിൻ്റെ പിതാവിൽ നിന്ന് മാർക്ക് അറിഞ്ഞതാണ്. മാർക്ക് ഇത് ആദ്യമായിട്ട് ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ പറയുന്ന ശൈലിയിലുള്ള ഒരു ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്തു. മാർക്ക് ആ മുറിക്കകത്തുള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തു തുടങ്ങി. ശരിക്കും ആ മുറിക്കകത്ത് സ്പിരിച്വൽ എനർജി മാത്രമല്ല, ഡീമനിക് എനർജിയും ഉണ്ട്. ഡീമനുകളുടെ ബ്ലാക്ക് എനർജിയും അതിനകത്തുണ്ട്. ആ കൂറ്റൻ സത്രത്തിൽ ഒരുപാട് മുറികളിൽ ഒരുപാട് ആളുകളുണ്ട്. അവിടേക്ക് ഇഷ്ടംപോലെ എനർജിയുണ്ട്. മാർക്ക് എനർജി വലിച്ചെടുത്ത് തുടങ്ങിയപ്പോൾ ആ മുറിക്കുള്ളിലെ ഊർജം മാർക്കിനടുത്തേക്ക് പതുക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ ഒഴുക്ക് സാവധാനം മാർക്കിന് ചുറ്റുമുള്ള ഒരു ചുഴിയായി മാറി. ഊർജം മാർക്കിന് ചുറ്റും പതുക്കെ കറങ്ങി മാർക്കിനുള്ളിലേക്ക് കയറുകയാണ്. ആ മുറിയിലെ ഊർജം വലിച്ചെടുത്തു തുടങ്ങിയ മാർക്കിന്റെ ആ ബ്രീത്തിങ് ആക്ടിവിറ്റി ശക്തമായതും ആ മുറിക്ക് പുറത്തു നിന്നും ഊർജം അകത്തേക്ക് വന്നു തുടങ്ങി. ആ മുറിക്കുള്ളിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും കാറ്റടിക്കും പോലെ ഒരു പ്രതീതിയാണ് തുടർന്ന് സംഭവിച്ചത്. എല്ലാ സ്ഥലത്തു നിന്നും അവിടേക്ക് ഊർജം ഇങ്ങനെ ഒഴുകി വരികയാണ്. ശരിക്കും എൻ്റയർ മേഖലയിൽ നിന്ന് ഊർജം മാർക്കിൻ്റെ മുറി ലക്ഷ്യമാക്കി ഒഴുകി തുടങ്ങിയപ്പോൾ മാർക്കിൻ്റെ ബ്രീത്തിങ് അങ്ങനെ കൂടിക്കൂടി വരികയാണ്. മാർക്ക് ഇഷ്ടംപോലെ ഊർജം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിനിടയിൽ മാർക്ക് തൻ്റെ മുന്നിലിരുന്ന ആ ഹൂനൻ്റെയും മെറ്റയുടെയും ഫെങ്ങിൻ്റെയും ആ ഇന്നർ കോറുകൾ അങ്ങ് വിഴുങ്ങുകയും ചെയ്തു. ആ ഇന്നർ കോറുകൾ മാർക്ക് വിഴുങ്ങിയതും മാർക്കിൻ്റെ ശക്തി അങ്ങ് വർദ്ധിച്ചു തുടങ്ങി. ശക്തി വർദ്ധിക്കുന്നത് അനുഭവപ്പെട്ട മാർക്ക് തൻ്റെ കൈവശമുള്ള ഡീമൻ ബീസ്റ്റുകളുടെ ഇന്നർ കോറുകൾ ഒന്നൊന്നായി വിഴുങ്ങി തുടങ്ങിയാണ്. അതിവേഗതയിൽ ആ ഇന്നർ കോറുകൾ വിഴുങ്ങി തുടങ്ങുമ്പോൾ മാർക്കിൻ്റെ അടുത്തേക്ക് വരുന്ന ഊർജത്തിൻ്റെ അളവും ശക്തമായി കൂടി. സകല മേഖലയിൽ നിന്നും മാർക്കിൻ്റെ അടുത്തേക്ക് ഊർജം ഒഴുകി വന്നു തുടങ്ങിയപ്പോൾ മറ്റ് മുറികളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വല്ലാത്ത വിമർശനം അനുഭവപ്പെട്ടു. അവരുടെ ചുറ്റുമുണ്ടായിരുന്ന സ്പിരിച്വൽ എനർജി പൂർണ്ണമായും ഇല്ലാതായ ഒരു പ്രതീതി. പെട്ടെന്ന് ഒരു വരൾച്ച സകല ആളുകൾക്കും അനുഭവപ്പെടുകയാണ്. എല്ലാ സ്ഥലത്തുമുള്ള സ്പിരിച്വൽ എനർജിയും ഡാർക്ക് എനർജിയും മാർക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിലെ ആ ബ്രീത്തിങ് എക്സസൈസിന് അങ്ങനെ ഒരു മെച്ചമുണ്ട്. ഒരേ സമയത്ത് തന്നെ ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും വലിച്ചെടുക്കാൻ പറ്റും. മാർക്കിൻ്റെ അച്ഛൻ്റെ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് ബ്രൈറ്റ് എനർജി വലിച്ചെടുക്കും, പിന്നെ വേറൊരു സമയത്ത് ഡാർക്ക് എനർജി വലിച്ചെടുക്കും. ആ രണ്ട് എനർജിയും ശരീരത്തിനുള്ളിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റായി സൂക്ഷിച്ചതിന് ശേഷം മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ മിക്സ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നതാണ് മാർക്കിൻ്റെ ശൈലി. പക്ഷെ ഇവിടെ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചർ മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് ബ്രീത്തിങ് തുടങ്ങിയപ്പോൾ കയോട്ടിക് എനർജി ആയിട്ടാണ് മാർക്ക് വലിക്കുന്നത്. ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും കമ്പൈൻ ചെയ്ത് മാർക്കിൻ്റെ ബോഡിയിലേക്ക് കയറുകയാണ്. അവിടെ ആ ശൂന്യതയിൽ 50 കൊല്ലക്കാലം മാർക്ക് കഴിഞ്ഞിരുന്ന സമയത്ത് മാർക്ക് ബ്രീത്ത് ചെയ്തത് കയോട്ടിക് ഊർജ്ജമാണ്. ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും അന്ന് മിക്സ് ചെയ്താണ് മാർക്കിൻ്റെ ബോഡിയിലേക്ക് കയറിയത്. അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും ഒരുമിച്ച് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സകല മേഖലയിലുള്ള ഡീമനിക് എനർജി അങ്ങ് അവസാനിച്ചു. അതുപോലെ സ്പിരിച്വൽ എനർജി കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ അപ്രതീക്ഷിതമായി ഊർജം നഷ്ടമായപ്പോൾ ചാടി എണീറ്റു. എന്താ സംഭവിക്കുന്നത് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓരോ ആളുകളും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വളരെ വലിയൊരു സത്രമാണ് അവിടെ ഉള്ളത്. 100ഓളം മുറികളുള്ള ഒരു കൂറ്റൻ സത്രമാണ്. ആ മുറികളിൽ നിന്നൊക്കെ ആളുകൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാം കൂടി ഒരു 100-300 ആളുകളുണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ആർക്കും ഒരു പിടിയില്ല. പെട്ടെന്ന് ഒരാൾ അതിവേഗം ആ ഊർജത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കി ആ ഊർജം മൂവ് ചെയ്യുന്ന ദിക്ക് ലക്ഷ്യമാക്കി മൂവ് ചെയ്ത് തുടങ്ങി. അയാളെ കണ്ടുപിടിച്ചതുപോലെ ആ ഊർജത്തിൻ്റെ പാത്ത് വേറെ ആളുകളും കണ്ടുപിടിച്ചു. സകലരും ആ കാറ്റിൻ്റെ ദിശ ലക്ഷ്യമാക്കി നീങ്ങിയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ സെക്കൻഡ് ലെവൽ ട്രൂ സ്റ്റേറ്റിൽ നിന്ന് തേർഡ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകളുടെ കഴിഞ്ഞാൽ മാർക്ക് തേർഡ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യും. മാർക്കിൻ്റെ ബോഡിയിലേക്ക് കയറി വരുന്ന ഊർജത്തെ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിലെ
ആ സർക്കുലേഷൻ ടെക്നിക്ക് അതിവേഗതയിൽ മാർക്കിൻ്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും സർക്കുലേറ്റ് ചെയ്യാണ്. ഇന്നർ കൂറുകൾ കഴിച്ചു തുടങ്ങിയ നിമിഷം മുതൽ മാർക്കിൻ്റെ ആ ഡിവൈൻ സെൻസിലെ വിള്ളലും ഏതാണ്ട് ഒട്ടിച്ചേർന്ന് വരികയാണ്. 60% ആ ഡിവൈൻ സെൻസ് മാർക്കിന് ഭേദമായിരുന്നു. ഇപ്പോൾ ആ ഇന്നർ കൂറുകൾ കഴിച്ചോടുകൂടി അത് 65, 70, 75, 80. മാർക്കിൻ്റെ ആ പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്നതിലേക്ക് മാർക്കിൻ്റെ ആ ബ്രീത്തിങ് എക്സസൈസ് മാർക്കിനെ കൊണ്ടുപോകുന്ന ആ നിമിഷത്തിൽ ഒരു ശബ്ദത്തോടെ മാർക്കിൻ്റെ മുറിയുടെ വാതിൽ ആരോ ചവിട്ടി തുറന്നു. ഒരു ശബ്ദത്തോടുകൂടി മാർക്കിന് മുന്നിലെ വാതിൽ തുറന്നതും മാർക്ക് കണ്ണു തുറന്നു. മാർക്കിൻ്റെ തൊട്ടു മുന്നിൽ ഒരു കൂറ്റൻ മനുഷ്യൻ നിൽക്കുകയാണ്. അയാള് മാർക്കിനെ നോക്കി അലറുകയാണ്. ഏയ്, നീയാണല്ലേ ഇത് മുഴുവൻ വലിച്ചെടുത്തത്? നീ എന്റെ കൾട്ടിവേഷനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ഒറ്റ ഇടി ഇരിക്കുകയായിരുന്ന മാർക്ക് ഫെല്ലർക്ക് നേരെ കുതിച്ചു പാഞ്ഞാണ് അയാൾ ആഞ്ഞടിച്ചത്. അയാള് ആ വാതിലിൽ നിന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് മാർക്കിനടുത്തേക്ക് എത്തുകയും മാർക്കിനെ ആഞ്ഞിടിക്കുകയുമായിരുന്നു. ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ഇടത് കൈകൊണ്ട് അയാളുടെ പഞ്ചിനെ തടുത്തു. അയാൾ ഇടിച്ച വ്യക്തി വായുവിലും മാർക്ക് ഫെല്ലർ തറയിലുമാണ്. ഒരൊറ്റ ഇടി രണ്ടുപേരുടെ കൈകൾ തമ്മിൽ അങ്ങനെ കൂട്ടിയിടിച്ചതും ആ ഇടി ഉണ്ടാക്കിയ ആഘാതത്തിൽ ശരിക്കും ആ മുറി ആകെ തകർന്നു. മാർക്ക് ഫെല്ലർ ചാടി എണീറ്റു. ഈ സമയത്തേക്കും ഒരുപാട് ആളുകൾ അവിടെ ഓടിയെത്തിക്കഴിഞ്ഞു. സകലരും ആ കാറ്റിൻ്റെ ദിശ ലക്ഷ്യമാക്കി ഓടിയെത്തിയത് മാർക്ക് ഫെല്ലറുടെ മുറിയുടെ മുന്നിൽ തന്നെയാണ്. ജീന ഉൾപ്പെടെ എല്ലാ ആളുകളും അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ്. പെട്ടെന്ന് മാർക്കും ആ മനുഷ്യനും തമ്മിൽ ഒരു ഫൈറ്റ് ആരംഭിച്ചു. മാർക്കിനെ നേരിടുന്ന ആളെ കണ്ട ആളുകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഏയ്, റെൻവോയും മാർക്കുമാണല്ലോ ഏറ്റുമുട്ടുന്നത്. റെൻവോ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയുടെ ഉടമയാണ്. ആ റെൻവോ ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. അയാൾ രണ്ട് കൈയും മുറുക്കി പിടിച്ചുകൊണ്ട് ചാടി ഉയർന്ന് മാർക്കിനെ ഇടിക്കുമ്പോൾ മാർക്കും തിരിച്ചിടിക്കുകയാണ്. അവർ രണ്ടുപേരും നിൽക്കുന്നത് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരാൾക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റില്ല. സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് വേറൊരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം അറിയാവുന്ന മാർക്ക് ഫെല്ലർ അതിശക്തമായിട്ട് തന്നെ റെൻവോയെ ഇടിച്ചു. റെൻവോയുടെ ബോഡിയും അതുപോലെ ശക്തമാണ്. റെൻവോയും മാർക്കും തമ്മിലുള്ള ആ ഫൈറ്റ് പെട്ടെന്ന് മുറിക്ക് പുറത്തേക്കെത്തി. ആ സത്രത്തിന്റെ മുൻപിലായി രണ്ടുപേരും തമ്മിൽ അതിശക്തമായ ഫൈറ്റ് ആരംഭിച്ചു. മാർക്ക് ഫെല്ലറെ അത്ഭുതപ്പെടുത്തുന്ന ശക്തി റെൻവോയ്ക്കുണ്ട്. മാർക്കിന്റെ അതിശക്തമായ പഞ്ചുകൾക്ക് അയാൾക്ക് തിരിച്ച് മറുപടിയുണ്ട്. അയാൾക്കും മാർക്കിനെ പഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അയാള് സ്വയം കരുതിയിരുന്നത് അയാളൊരു വലിയ ശക്തനാണെന്നാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാർക്കിന്റെ ശക്തി അങ്ങ് കൂടി. മാർക്കിന്റെ ഉള്ളിൽ ആ ഇന്നർ കോറുകൾ വലിച്ചെടുത്തതിന്റെ ഒരു പ്രത്യാഘാതം അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്കിന്റെ ഉള്ളിലെ ആ സാത്താൻ പതുക്കെ പതുക്കെ ഉണർന്നു വരികയാണ്. മാർക്കിന് ആളുകളെ കൊല്ലാനും അവരുടെ ഇന്നർ കോറ് വലിച്ചെടുത്ത് വിഴുങ്ങാനുമുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. റെൻവോയുമായിട്ടുള്ള ആ യുദ്ധം ഏതാണ്ട് 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും മാർക്കിന്റെ ഉള്ളിൽ ആ ചോദന തടുക്കാൻ പറ്റാത്ത പരുവത്തിലെത്തി. മാർക്ക് ചാടി ഉയർന്ന് റെൻവോ ഒരു അച്ചയിടി. അതുവരെയുള്ള മാർക്ക് ഫെല്ലറുടെ പഞ്ചും ആ നിമിഷത്തിലെ പഞ്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആകാശത്ത് താഴേക്ക് ഒരു ഉൽക്ക വീഴും പോലെയാണ് മാർക്ക് ഫെല്ലർ റെൻവോയുടെ മുകളിലേക്ക് വീണത്. അതിശക്തമായിട്ടുള്ള മാർക്കിന്റെ ഇടിയേറ്റ് തറയിലൂടെ ഒരുപാട് മീറ്റർ ദൂരേക്ക് റെൻവോ നിരങ്ങി അങ്ങ് പോയി. അതിശക്തനായ റെൻവോ ആ ശൈലിയിൽ അങ്ങനെ നിരങ്ങിപ്പോകുന്നത് സാധാരണഗതിയിൽ ആരും കണ്ടിട്ടുള്ളതല്ല. അയാൾ പെട്ടെന്ന് ഒന്ന് അലറി. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ഏയ് റെൻവോ, നീ വെറുമൊരു ആമയാണ്, വെറുമൊരു ആമ. ശരിക്കും ഒരു ആമയായിരുന്ന അയാൾ ശരിക്കും ഒരു ആമയിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായ ഡീമൺ റേസിന്റെ ഭാഗമാണ് റെൻവോ. അയാൾ ആരെങ്കിലും ആമ എന്ന് വിളിക്കുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ മാർക്ക് ഫെല്ലർ അയാളുടെ മർമ്മത്തിൽ കുത്തിക്കൊണ്ട്, ഡാമേ, നിനക്ക് എന്നെ തൊടാനുള്ള ഒരു യോഗ്യതയുമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞതും ദേഷ്യം കൊണ്ട് വിറയ്ക്കാനല്ലാതെ റെൻവോയ്ക്ക് പേർന്നു പറ്റില്ല.
റെൻവോ പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിലേക്ക് സ്പിരിച്വൽ എനർജി കേന്ദ്രീകരിക്കുകയാണ്. അയാൾ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് മാർക്ക് ഫെല്ലറെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ ജീന ഉറക്കെ വിളിച്ചു, റെൻവോ അപകടം. സ്പിരിച്വൽ എനർജി അയാൾ റിലീസ് ചെയ്യാനായിട്ട് കൈയൊന്ന് ഉയർത്തിയതാണ്. അയാൾ ആ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്താൽ ആ നിമിഷത്തിൽ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡിയന്റെ ഇടപെടലുണ്ടാവും. ഗാർഡിയൻ ആ നിമിഷത്തിൽ റെൻവോയെ അവസാനിപ്പിക്കും. റെൻവോയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ റെൻവോ അവസാനിച്ചിരിക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലേക്ക് കയറി വന്നതും റെൻവോ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ റെൻവോ ഒന്ന് നോക്കിയിട്ട് അതിവേഗം അവിടെ നിന്ന് പറകെട്രി ലക്ഷ്യമാക്കി നീങ്ങി. മാർക്കിന്റെ ഉള്ളിൽ ആ ചെകുത്താൻ ഇങ്ങനെ കയറി വരികയാണ്. മാർക്ക് ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ നിന്ന് പറകെട്രി ലക്ഷ്യമാക്കി അതിവേഗതയിൽ പായുമ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് പറകെട്രി എത്തുന്നതിന് മുന്നേ 3 ആളുകൾ കയറി വന്നു. ശരിക്കും അനവധി ആളുകൾ റെൻവോയെ സഹായിക്കാനായിട്ട് മാർക്കിനെ കൊല്ലാൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അതിൽപ്പെട്ട 3 ആളുകളാണ് മാർക്കിന് മുന്നിലേക്ക് വന്നത്. മാർക്കാണെങ്കിൽ പറകെട്രി ചെന്ന് ഡീമൺ ബീസ്റ്റുകളെ കൊന്ന് ആ ഉള്ളിലെ ചോദന ഒന്ന് അടക്കാനുള്ള ഒരു തന്ത്രത്തിലായിരുന്നു. പക്ഷെ മാർക്ക് അപ്രതീക്ഷിതമായി 3 ആളുകളുടെ മുന്നിൽ വന്ന് പെടുകയായിരുന്നു. അവര് മാർക്കിന്റെ മുന്നിൽ വന്ന് പെട്ടതും മാർക്കിന്റെ ദേഷ്യം മുഴുവൻ മാർക്ക് അവർക്ക് നേരെ ഉപയോഗിച്ചു. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും ആ 3 പേരും ഡെഡ് ബോഡികളായി മാറി. അവരുടെ ഇന്നർ കോറുകൾ വലിച്ചെടുത്ത മാർക്ക് അത് വിഴുങ്ങി, അവരുടെ ഡിവൈൻ സെൻസും വിഴുങ്ങി അവിടുന്ന് അതിവേഗം പറകെട്ടിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ പറകെട്ടിലേക്ക് പോയി അധിക സമയം കഴിയുമ്പോൾ 3 ആളുകൾ ആ ഡെഡ് ബോഡികളുടെ അടുത്തെത്തി. ആ 3 പേരെയും മാർക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. മാർക്ക് ആ കടുവയെ ഫോളോ ചെയ്ത് ആ കടുവയ്ക്കൊപ്പം ഗുഹയിലെത്തിയപ്പോൾ മാർക്കിന്റെ മുന്നിൽ വെച്ച് ആ വലിയ കടുവയും അയാളുടെ കുഞ്ഞു കടുവകളെയും കൊന്നൊടുക്കിയ ആ ചെറുപ്പക്കാരനാണ് അതിലൊരാൾ. ഒരാള് ലൈസ് സീനിയറാണ്, മറ്റത് ഒരു ലേഡിയാണ്. ആ 3 അംഗ സേന താഴെ കിടക്കുന്ന ആ ബോഡികളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ ചെറുപ്പക്കാരൻ അയാളുടെ കൂടെയുള്ള ആളോട് പറഞ്ഞു, അങ്കിൾ, ഇത് ഡീമൺ റേസുമായി ബന്ധപ്പെട്ട ആരുടെയും പണിയാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് പുറത്തു വെച്ച് ആര് ഈ കാര്യം ചെയ്താലും നമുക്ക് അവരെ അവസാനിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും അങ്കിൾ എന്ന് വിളിക്കപ്പെട്ട ആള് ചുറ്റുമുള്ള വായുവിൽ നിന്ന് ഒരു ഓറ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ്. അയാൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അവൻ പറകെട്ടി ലക്ഷ്യമാക്കി നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞതും ആ 3 അംഗ സേന അതിവേഗം പറകെട്ടിലേക്ക് തിരിച്ചു. ഇതിനിടയിൽ പറകെട്ടിലേക്ക് കയറിയിരുന്ന മാർക്ക് ഫെല്ലർ കാണുന്ന ഡീമൺ ബീസ്റ്റുകളെയൊക്കെ കൊന്ന് അവരുടെ ഇന്നർ കോറും ഡിവൈൻ സെൻസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നതൊക്കെ വിഴുങ്ങുകയാണ്. വിഴുങ്ങുന്തോറും മാർക്കിന്റെ ഉള്ളിലെ ആ സാത്താൻ ശക്തി ആർജിച്ച് വരികയാണ്. വീണ്ടും വീണ്ടും കൊല്ലാനുള്ള ഒരു പ്രവണത മാർക്കിന് ഉണ്ടായി വരികയാണ്. മാർക്ക് പറകെട്ടി 1 നിന്ന് 2ലേക്ക് 2 നിന്ന് 3ലേക്കൊക്കെ അതിവേഗമാണ് കടന്നത്. അതിശക്തരായ ഡീമൺ ബീസ്റ്റുകളെ കിട്ടിയാലേ മാർക്കിന്റെ ഉള്ളിലെ ആ ഒരു ചോദന അവസാനിപ്പിക്കാൻ പറ്റും. മാർക്ക് കാണുന്നതിനൊക്കെ കൊന്ന് ശരിക്കും ഒരു താണ്ഡവം തന്നെ ആ പറകെട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ തൊട്ടു മുന്നിലായി ആ 3 സംഘമെത്തി. മാർക്കിനെ കണ്ടതും ആ ചെറുപ്പക്കാരൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. മാർക്ക് ഫെല്ലർക്ക് ആ ചെറുപ്പക്കാരനെ കണ്ടതും ആളെ മനസ്സിലായി. മാർക്കിന്റെ കൺമുന്നിൽ വെച്ച് ആ കടുവയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ ആ കക്ഷിയാണ് അവിടെ നിൽക്കുന്നത്. അയാൾ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്തേ. മാർക്കിന്റെ ഡിവൈൻ സെൻസ് റിലീസ് ചെയ്താൽ ആ ഡിവൈൻ സെൻസ് സ്കാൻ ചെയ്ത് മാർക്കിന്റെ ഉള്ളിലെ ആ ഡീമനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഡിവൈൻ സെൻസ് റിലീസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മാർക്ക് തന്നോട് സംസാരിച്ച ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഏയ്, അതെന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ചോദ്യം വേണ്ട, ഞാൻ പറഞ്ഞത് ചെയ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ അയാളുടെ കയ്യിലെ വാള് ഒന്ന് ഉയർത്തി. ശരിക്കും അയാൾ ആ വാൾ ഉയർത്തുമ്പോൾ അതിശക്തമായ ഒരു പ്രകാശം ആ വാളിൽ നിന്ന് ആകാശത്തേക്ക് പായുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സോർട്ട് സ്കില്ലുള്ള വ്യക്തിയാണ് മാർക്കിന്റെ എതിരെ നിൽക്കുന്നതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആരായാലും നടുങ്ങിപ്പോകുന്ന ഒരു നിമിഷം. ആ വ്യക്തി ആ വാളങ്ങനെ ഉയർത്തിപ്പിടിച്ചതും അയാളുടെ ഇടതുഭാഗത്തുള്ള ആ സ്ത്രീ മാർക്കിനോട് പറഞ്ഞു, ഏയ്, നീ നിന്റെ ഡിവൈൻ സെൻസ്
റിലീസ് ചെയ്തില്ലെങ്കിൽ നീ ഇപ്പോൾ കൊല്ലപ്പെടും. ഈവിൾ എക്സ്റ്റർമിനേറ്റർ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അയാൾ രക്ഷിക്കാനാവില്ല. ഒരു ടെർമിനേറ്ററാണ് അവിടെ നിൽക്കുന്ന കക്ഷി, ഈവിൾ ടെർമിനേറ്റർ. ഡീമൺ റേസുകാരെ മുഴുവൻ ഈവിളായി കാണുന്ന ഒരു ഗ്രൂപ്പിന്റെ വക്താവാണ് ആ ഈവിൾ ടെർമിനേറ്റർ. ഈവിൾ ടെർമിനേറ്റർ വാൾ ഉയർത്തിയാൽ എതിരാളി അവസാനിക്കും. ആ സ്ത്രീയുടെ പറച്ചിൽ കേട്ടപ്പോൾ മാർക്കിന് കാര്യം മനസ്സിലായി. പക്ഷെ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാർക്ക് ആ സ്ത്രീയെ അവഗണിച്ചുകൊണ്ട് ഈവിൾ ടെർമിനേറ്ററോട് പറഞ്ഞു, നോക്ക്, എൻ്റെ മുകളിൽ അധികാരം സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ അനുവദിച്ചു തരത്തില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതും അയാൾ ആ വാള് താഴ്ത്തിയതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒരു മിന്നൽ ആകാശത്ത് താഴേക്ക് അതിവേഗം പാഞ്ഞു വന്നു. മാർക്ക് ഫെല്ലർ സെയിന്റ്ലി ബോഡി ടെക്നിക്കിന്റെ 9th ലെവലും ആക്ടിവേറ്റ് ചെയ്ത് ആ വെനറബിൾ 5th മൗണ്ടനും ഒക്കെ എടുത്ത് മാർക്കിന്റെ ബോഡിയെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും ആ ഷോർട്ട് സ്ട്രൈക്കിൽ മാർക്ക് ശരിക്കും പരിക്കുകളോടെ ദൂരേക്ക് തെറിച്ചു. മാർക്കിനേക്കാൾ ഒരുപാട് ലെവൽ മുകളിൽ നിൽക്കുന്ന കക്ഷിയാണ് മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. അയാൾക്ക് ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് അകത്ത് വെച്ച് മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ പറഗട്രിക്കകത്ത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ആർക്കും എന്തും ചെയ്യാം. ആ സോഡ്മാൻ മാർക്ക് ഫെല്ലറെ അതിശക്തമായി ആ വാൾ ഉപയോഗിച്ച് തെറിപ്പിച്ച ആ നിമിഷത്തിൽ മാർക്ക് പരിക്കുകളുടെ ഒരു മരത്തിൻ്റെ അടുത്തേക്കാണ് വീണത്. മാർക്ക് ഫെല്ലർ ചാടി എണീറ്റു. മാർക്കിൻ്റെ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിൻ്റെ അപാരമായ കപ്പാസിറ്റിയും മാർക്കിൻ്റെ ബോഡിക്ക് ചുറ്റുമുള്ള ഊജിയുടെ ഡ്രസ്സും വെനറബിൾ 5th മൗണ്ടിൻ്റെ കപ്പാസിറ്റി ഒന്നും മാർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നാണ് സത്യം. ആ ഈവിൾ ടെർമിനേറ്ററുടെ അതിശക്തമായ വാൾ വീശലിൽ അതെല്ലാം തകർന്നിരിക്കുകയാണ്. മാർക്ക് ഇതാ പെട്ടിരിക്കുന്നു. അങ്ങനെ തോന്നൽ മാർക്കിന് ഉണ്ടായ ആ നിമിഷത്തിൽ ആ ചെറുപ്പക്കാരൻ ഒന്ന് ആകാശത്തെ കുതിച്ച് അതിവേഗം ആ വാള് മാർക്കിന് നേരെ ആഞ്ഞു വീശി. അതിശക്തമായ ഒരു സോഡ് പ്രകാശം ആകാശത്ത് നിന്ന് മാർക്കിന് നേരെ അങ്ങനെ പാഞ്ഞു വന്നതും പെട്ടെന്ന് മാർക്കിന് ചുറ്റുമുള്ള ആ എൻറ്റയർ തറയിൽ ഒന്ന് അനങ്ങി. ആ തറയിൽ നിന്ന് കൂറ്റൻ വേരുകൾ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മുകളിലേക്ക് ഉയരുകയാണ്. ശരിക്കും ഒരു കോട്ട തീർക്കും പോലെ അനവധി മരങ്ങളുടെ വേരുകൾ തറയിൽ നിന്ന് പറവറാ മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. അതിൻ്റെ ഫലമായി ആ തറ ആകെ വിണ്ടു കീറുകയാണ്. തറ വിണ്ടു കീറുന്ന ശബ്ദവും മണ്ണ് തെറിക്കുന്ന ശബ്ദവും ആ വേരുകൾ മുകളിലേക്ക് ഉയരുന്ന ശബ്ദവും എല്ലാം കൂടി ഒന്നിച്ചാണ് ഉണ്ടാകുന്നത്. ആ നിമിഷത്തിലാണ് മുകളിൽ നിന്ന് താഴേക്ക് ആ സോഡ് പ്രകാശം എത്തിയത്. ആ സോഡ് പ്രകാശം ആ വേരുകൾ തട്ടുമ്പോൾ വേരുകൾ അരിഞ്ഞ് തെറിക്കുന്ന ശബ്ദത്തോടെ കേൾക്കാം. സകലതിനെയും തകർത്ത് തരിപ്പണമാക്കാനുള്ള കപ്പാസിറ്റി ആ സോഡ് ലൈറ്റിനുണ്ടെന്ന് വ്യക്തമാക്കുന്ന ശൈലിയിലുള്ള പ്രഹരശേഷിയുള്ള ഒരു ലൈറ്റാണ് ആ വേരുകളെ നേരിട്ടിരിക്കുന്നത്. പക്ഷെ ആ വേരുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട്. ആ ശക്തി ആ വേരുകളുടെ എണ്ണത്തിലുമുണ്ട്. അതിശക്തമായി ആ വേരുകൾ ഒരു കോട്ട പോലെ അവിടെ ഉണ്ടായി വന്നപ്പോൾ ആ സോഡ് പ്രകാശത്തിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഏതാനും സെക്കൻഡുകൾ അത്രയും ഈ സംഭവ വികാസങ്ങൾ നീണ്ടു നിന്നുള്ളൂ. ആ സോഡ് പ്രകാശം അവസാനിച്ചതും ആ ചെറുപ്പക്കാരനും കൂടെയുള്ള 2 ആളുകളും ആ മരങ്ങളുടെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഇപ്പോൾ മാർക്ക് ഫെല്ലർ ഇല്ല. മാർക്കിനെ ആരോ രക്ഷിച്ചിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ആ നിമിഷത്ത് തന്നെ ആ ഈവിൾ ടെർമിനേറ്റർക്കും അയാൾക്കൊപ്പമുള്ള 2 പേർക്കും മനസ്സിലായി. ആ പ്രായമുള്ള ആള് ഈവിൾ ടെർമിനേറ്ററോട് പറഞ്ഞു, അവനെ ആ ഡീമൺ റേസിലെ ആളുകൾ രക്ഷിച്ചിരിക്കുകയാണ്. ശരിക്കും ഡീമൺ റേസുമായി ബന്ധമുള്ള വ്യക്തിയാണ് അവരെ ആക്രമിച്ചതെന്ന് ആ നിമിഷത്തിൽ തന്നെ അവർക്ക് ഉറപ്പാവുകയും ചെയ്തു. മാർക്കുമായി അവർക്ക് വേറെ ബന്ധമൊന്നുമില്ല. ആ ടീം മാർക്ക് രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ആ ഭാഗമൊക്കെ ഒന്ന് അരിച്ചു പറക്കുകയാണ്. മാർക്കിന്റെ ഓറയെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. പക്ഷേ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് മാർക്ക് ഫെല്ലർ ഈ നിമിഷത്തിൽ രക്ഷപ്പെട്ടിരുന്നു. ശരിക്കും മാർക്ക് രക്ഷപ്പെട്ടതല്ല, മാർക്കിനെ 2 ആളുകൾ രക്ഷപ്പെടുത്തിയതാണ്. ആ പറകേറ്റിൽ നിന്ന് ശരിക്കും ഒത്തിരി ദൂരത്തേക്കാണ് ആ ആളുകൾ മാർക്കിനെ എത്തിച്ചത്. അവർ മാർക്കിനെ എത്തിച്ചത് ശരിക്കും സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്കകത്ത് ഒരാൾക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ഒരു അറ്റാക്കും നടത്താൻ പറ്റില്ല. അതറിയാവുന്ന ആ ആളുകൾ
മാർക്കിനെ അവിടെ എത്തിച്ചതാണ്. അതിവേഗതയിൽ മാർക്ക് ഫെല്ലറെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എത്തിച്ച ആ വ്യക്തികൾ പെട്ടെന്ന് അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. ഒരു പ്രായമുള്ള മനുഷ്യനും ഒരു കൊച്ചു പെൺകുട്ടിയും. ആ പെൺകുട്ടിയെ കണ്ട് മാർക്ക് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. മാർക്കിന് ആ ഡാഫോഡിൽ ചെടിയുടെ ഇല കൊടുത്ത പെൺകുട്ടിയാണ് മാർക്കിന് മുന്നിൽ നിൽക്കുന്നത്. അവളെ അന്ന് വഴക്കു പറഞ്ഞ വ്യക്തിയാണ് മാർക്കിനിപ്പോൾ രക്ഷിച്ച കക്ഷി. മാർക്ക് അവർ രണ്ടുപേരെയും അമ്പരപ്പോടെ നോക്കുമ്പോൾ ആ പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ അവിടെ ആ വനത്തിനകത്ത് വെച്ച് നിന്റെ ബോഡിക്ക് ചുറ്റുമായി സുവർണ്ണ നിറത്തിൽ ഒരു പ്രകാശം ഉണ്ടാക്കിയല്ലോ. മാർക്ക് അത് ഒന്നുകൂടെ കാണിച്ച്. ആ പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ മാർക്കിന്റെ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ആയതും ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് ചോദിച്ചു, ഏ മാർക്ക്, നിനക്ക് ഈ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് എവിടെന്നാ ലഭിച്ചത്? ഇത് എനിക്ക് എൻ്റെ അച്ഛൻ നൽകിയതാണ്. മാർക്ക് അത് പറഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യനും ആ പെൺകുട്ടിയും ആ നിമിഷം ശരിക്കും മാർക്കിന്റെ പുറത്തങ്ങ് തൊട്ടുപോവുകയാണ്. ഹേയ് മാർക്ക്, അദ്ദേഹത്തിന്റെ മകനെ ഞങ്ങൾക്ക് ജീവനോടെ കാണാൻ കഴിയുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നേയില്ല. അല്ല, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക്, നിന്റെ അച്ഛൻ ശരിക്കും ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ പോലും അറിയാതെ ഒരു കടപ്പാട് ഞങ്ങൾ അറിയാതെ വീട്ടിൽ പോവുകയാണ്. അല്ല, നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ അറിയോ? മാർക്ക്, നിന്റെ അച്ഛനാണ് ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിന്റെ സ്രഷ്ടാവ്. ഇവിടെ ആളുകളെ കൊണ്ടുവന്നതും താമസിപ്പിച്ചതും എല്ലാം നിന്റെ അച്ഛനാണ്. നേരത്തെ ഇവിടെ ഈ പറകെട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറകെട്രിക്ക് പുറത്ത് ഒരു അടുക്കുചിട്ടയുമുള്ള സ്ഥലം ഉണ്ടാക്കിയെടുത്തത് മാർക്കിന്റെ പിതാവാണ്. ആളുകളെ നാടുകടത്താനുള്ള ഒരു കേന്ദ്രം മാത്രമായിരുന്നു നേരത്തെ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ ഇപ്പോൾ അനവധി നഗരങ്ങളുണ്ട്. ആ നഗരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് മാർക്കിന്റെ പിതാവാണ്. അയാള് ആ കഥകളൊക്കെ മാർക്കിനോട് പറഞ്ഞു. മാർക്ക്, ഒരിക്കൽ ഞാനും നിന്റെ പിതാവും പറകെട്ടിയുടെ 9ാം ലെവൽ വരെ പോയിട്ടുണ്ട്. അന്ന് അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞതാണ്. അതിനുശേഷം നിന്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. നേരത്തെ ഒരുപാട് ആളുകൾ എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ എന്നെയും എൻ്റെ ചെറുമകളെയും നിന്റെ പിതാവാണ് അന്ന് രക്ഷിച്ചത്. ശരിക്കും അന്ന് അദ്ദേഹം ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയ ഞങ്ങളെ രക്ഷിച്ചത്. അതിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ പറഞ്ഞ ആ പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്കെന്നെ അങ്കിൾ ഗുവാൻ എന്ന് വിളിക്കാം. ഇത് ഷാരുവിന്റെ ചെറുമകളാണ്. ഞങ്ങള് ശരിക്കും ചെടികളാണ്. ചെടികൾ എത്രയെങ്കിലും കാലത്തെ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം കൊണ്ട് പതുക്കെ പതുക്കെ മനുഷ്യരൂപത്തിലേക്ക് മാറിയതാണ്. മാർക്ക്, മൃഗങ്ങൾ മാത്രമല്ല, ചെടികളും മനുഷ്യരായി മാറും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ മാറിയിട്ടുണ്ട്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ് ആ സമയത്ത് കിട്ടിയത്. എന്തായാലും മാർക്കിന്റെ പിതാവ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരുന്നു എന്നുള്ള അമ്പരപ്പിക്കുന്ന ഒരു കഥയാണ് മാർക്ക് എന്തായാലും കേൾക്കുന്നത്. മാർക്കിന്റെ പിതാവ് ഭൂമിയുടെ ഗാർഡിയനാണ്. അതേസമയത്ത് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിന്റെ യഥാർത്ഥ സ്രഷ്ടാവുമാണ്. ഇനി എന്തൊക്കെ കഥകൾ മാർക്കിന് പിതാവിനെ കുറിച്ച് കേൾക്കാനിരിക്കുന്നു? മാർക്ക് അമ്പരപ്പോടെ ആ കാര്യമാണ് ആലോചിച്ചത്. അച്ഛാ, സത്യത്തിൽ അങ്ങ് ആരാണ്? ആ ചോദ്യം മാർക്ക് മനസ്സിൽ ചോദിക്കുമ്പോൾ ആ പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഞങ്ങൾ നിന്നോടൊപ്പം വരുന്നില്ല. ഞങ്ങൾ നിനക്കൊപ്പം കണ്ടാൽ ആ ഈവിൾ ടെർമിനേറ്റർ നിന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. അത് പിന്നെ പ്രശ്നമാകും. അത് കേട്ടതും മാർക്ക് അങ്കിൾ ഗുവാനോട് ചോദിച്ചു, അങ്കിൾ, ആ ഈവിൾ ടെർമിനേറ്റർ എന്താ ഇങ്ങനെ? മാർക്ക്, അവന്റെ അച്ഛനും അമ്മയും ഡീമനുകളുടെ കയ്യിലാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം അവൻ ഭ്രാന്തമായി കൾട്ടിവേഷനെ ആശ്രയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൻ ഇത്രയും ശക്തനായത്. അവനിപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഡീമൺ റേസിനെ ഇല്ലാതാക്കാന്നുള്ള ലക്ഷ്യം. ആ ഈവിൾ ടെർമിനേറ്റർക്ക് എന്തുകൊണ്ടാണ് ഡീമൺ വിഭാഗത്തോട് ഇത്രയേറെ ദേഷ്യമെന്നുള്ളത് അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. മാർക്ക്, നീ ശ്രദ്ധിക്കണം, അവൻ അതിശക്തനാണ്. അവന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് മാർക്ക് നീ ശീലിക്കേണ്ട ഒരു കാര്യം. മാർക്ക്, നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. അങ്ങനെ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞതും ഡാഫോഡിൽ മാർക്കിനോട് പറഞ്ഞു, ബിഗ് ബ്രദറിനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അവള് ആ നിമിഷം മുതൽ മാർക്കിനെ മൂത്ത സഹോദരൻ എന്ന് വിളിച്ചു തുടങ്ങിയാണ്. അവൾ അങ്ങനെ വിളിച്ചതും മാർക്ക് അവളുടെ തലയിലൊന്ന് തലോടി. ശരിക്കും ഒരു കുഞ്ഞ് അനുജത്തിയെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം മാർക്കിനുണ്ട്. നേരത്തെ ഷിയാവുമായിട്ട് മാർക്കിന് ആ തരത്തിലുള്ളൊരു സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതുപോലൊരു സൗഹൃദം ഇതാ ഷാരു എന്ന പെൺകുട്ടിയുമായി മാർക്കിന് ഉണ്ടാവുകയാണ്. മാർക്ക് ഫെല്ലർ അവരോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെ മാർക്കറ്റിലേക്ക് തിരിച്ചു. മാർക്ക് അവിടെ കാട്ടിനകത്ത് വെച്ച് പ്യുവർ ഹാർട്ട് സൂത്ര ഉപയോഗിച്ച്
മാർക്കിന്റെ ആ ഡീമൻ പ്രവണതയെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈവിൽ ടെർമിനേറ്റർ അവിടെ എത്തിയതും മാർക്കിനെ അറ്റാക്ക് ചെയ്തതും. മാർക്കിന്റെ ഡിവൈൻ സെൻസിലെ തകരാറ് ഏതാണ്ട് 80% പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. മാർക്കിന് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ അവിടെ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ മാർക്കറ്റിൽ ശരിക്കും ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ ഉറക്കെ ലേലം വിളിക്കും പോലെ ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിനൊപ്പം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ ഒരു വിഹിതം ഉറപ്പായി കിട്ടും. ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു ടീമിലെ ലീഡറാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അവർ പറകട്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് അവിടെ ആ സംഭാഷണം കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്ക് കൗതുകത്തോടെ ആ ടീമിനെ നോക്കി. നേരത്തെ ഒരു ടീമിന്റെ ഭാഗമായി പറകട്രിയിലേക്ക് പോയതിന്റെ ബുദ്ധിമുട്ട് മാർക്കിന് ഇപ്പോഴും അറിയാം. ആ ടീം വളരെ മനോഹരമായ ഒരു ചതിയാണ് അന്ന് ശരിക്കും പ്ലാൻ ചെയ്തത്. മാർക്ക് ആ ചതി മനസ്സിലാക്കാതെ സത്യത്തിൽ അവർക്കൊപ്പം കൂടി പറകട്രിയുടെ ഉള്ളിൽ ചെന്ന് പെട്ടതാണ്. ഭാഗ്യം കൊണ്ടാണ് മാർക്ക് അന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത്. അന്ന് മാർക്കിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ശരിക്കും ആ സാത്താന്റെ സർക്കുലേഷൻ ടെക്നിക്കാണ്. അന്ന് ആ സാത്താൻ സർക്കുലേഷൻ ടെക്നിക്ക് മാർക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഡീമൻ ഊർജം വലിച്ചെടുത്ത് അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഡിവൈൻ സെൻസും ഇന്നർ കോറൊക്കെ മാർക്ക് വലിച്ചെടുക്കുകയും വിഴുങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മാർക്കിനെ യഥാർത്ഥത്തിൽ പിടിച്ചിരിക്കാൻ പറ്റിയത്. അതിന്റെ ഫലമായി മാർക്കിന്റെ ഉള്ളിൽ ആളുകളെ കൊല്ലാനുള്ള ഒരു പ്രവണതയുണ്ടായി. അതും ഒരു വലിയ കുഴപ്പമാണ്. മാർക്ക് അധികം നിന്നൊക്കെ പതുക്കെ പുറത്ത് കിടക്കുമ്പോഴാണ് വീണ്ടും ഇതാ ആളുകൾ പറകട്രിയിലേക്ക് പോകാനായി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കാഴ്ച മാർക്ക് കാണുന്നത്. മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വില്ലുമായി അങ്ങോട്ട് വന്നു. അയാൾ ആ വില്ല് എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് ഉറക്കെ അവിടെ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ എഡ്ജിലെസ് സെക്ഷന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു അവസരം ഞങ്ങൾ നൽകുകയാണ്. ഞങ്ങൾ 4 അംഗ ടീമായിരുന്നു. ഒരാള് കൊല്ലപ്പെട്ടു. ഞങ്ങൾക്ക് 4 പേരുടെ ടീം വേണം. അതിന് ഒരു ശക്തനെ കൂടി ഞങ്ങൾ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്ന ആള് ശക്തനാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഒരു മത്സരം വഴിയാണ്. എന്റെ ഈ വില്ലിൽ നിന്ന് ഞാനൊരു അമ്പ് തൊടുക്കും. ആ അമ്പ് തടുക്കാൻ പറ്റുന്ന ആൾക്ക് ഉറപ്പായും ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമാകാം. അങ്ങനെ പറഞ്ഞ അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ കൂടി നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമായാൽ 6th ലെവൽ പറകട്രിയിൽ പുതുതായി ഡീമനാകാൻ പോകുന്ന ആ ജിൻസിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം നിങ്ങൾ കൂടി ഞങ്ങൾ നൽകും. ആ ഡയലോഗ് കേട്ട് മാർക്കിന്റെ കിളി പോയെന്ന് പറയാം. മാർക്ക് 5 സ്പിരിച്വൽ എസൻസ് സ്റ്റോണുകൾ കൊടുത്തിട്ട് ആ ജീനയിൽ നിന്ന് സമ്പാദിച്ച അറിവ് ഇതാ പബ്ലിക്കായിട്ട് ഒരാൾ വിളിച്ചു പറയുകയാണ്. മാർക്ക് ശരിക്കും അമ്പരന്ന് പോയെങ്കിലും അടുത്തേക്കുന്ന ആളോട് ചോദിച്ചു, അല്ല എന്താ അയാൾ പറയുന്നത്? ഹേയ് സുഹൃത്തെ, നിങ്ങൾ അറിഞ്ഞില്ലേ 6th ലെവൽ പറകട്രിയിൽ എത്രയോ കാലങ്ങളായി ഉണ്ടായിരുന്ന ഒരു ജിൻസിങ് ഡീമനായി മാറാൻ പോവുകയാണ്. ശരിക്കും അവിടെ ഒരു ട്രിബുലേഷൻ നടക്കും. ആ ട്രിബുലേഷന്റെ ഭാഗമായിട്ട് ആ ജിൻസിങ് ഒരു മനുഷ്യനായി മാറും. ആ മനുഷ്യൻ സ്വാഭാവികമായും ഡീമൺ റേസിന്റെ ഭാഗവുമാണ്. ആ ആള് വളരെ വ്യക്തമായിട്ട് മാർക്ക് ഫെല്ലറോട് കാര്യം പറയുകയാണ്. മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്റർ ആയപ്പോഴും മാർഷൽ സെയിന്റ് ആയപ്പോഴും മൈറ്റി ലെവലിലേക്ക് കടന്നപ്പോഴും അതുപോലെ റിവേഷൻ ഓക്സിജനിലേക്ക് കടന്നപ്പോഴും ട്രൂ സെയിന്റ് ആയപ്പോഴൊക്കെ ട്രിബുലേഷന് വിധേയമായ ആളാണ്. ആകാശത്ത് നിന്ന് മിന്നലുകൾ മാർക്കിന്റെ പുറത്തേക്ക് അങ്ങനെ പാഞ്ഞു വന്ന് വീണ കാര്യം മാർക്കിന് അറിയാം. അതുപോലെ മിന്നൽ ജിൻസിങ്ങിന്റെ പുറത്ത് വീഴുമ്പോൾ ആ ജിൻസിങ് അതിന്റെ ആ സസ്യ സ്വഭാവം വിട്ടിട്ട് ഒരു ജന്തുവായി മാറും. ആ ജന്തുവിന്റെ രൂപം മനുഷ്യരൂപം ആയിരിക്കുമെന്നാണ് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറയുന്നത്. കേട്ടപ്പോൾ മാർക്കിന് അതിശയം തോന്നി. അതേസമയം തന്നെ ആ ജീന ചതിക്കുക എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുകയാണ്. 5 സ്പിരിറ്റ് എസൻസ് സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള കാര്യമാണ്. അവൾ വളരെ കൂളായിട്ട് മാർക്കിനെ കബളിപ്പിച്ച് ആ സ്റ്റോണ് സമ്പാദിച്ചിരിക്കുകയാണ്. പക്ഷെ മാർക്കിന് അതിനകത്ത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. മിടുക്കിയായ ഒരു സ്ത്രീ വളരെ മനോഹരമായി മാർക്ക് ഫെല്ലറെ കബളിപ്പിച്ചു. അങ്ങനെ മാത്രമേ മാർക്കിനെ കാണാൻ പറ്റൂ. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ സമയത്ത് ആ എഡ്ജ്ലെസ് സെക്ഷന്റെ ആള് മാർക്കിനെ കണ്ടു. അയാള് മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നിനക്കും പങ്കെടുക്കാം. നാളെ ഈ സോളിറ്ററി ക്ലൗഡ് സെക്ഷന്റെ പുറത്തു വെച്ച് ഞങ്ങളൊരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. നിനക്കും പങ്കെടുക്കാം. നിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഞങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും നിന്നെ ആയിരിക്കും ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കുക. അത് കേട്ടപ്പോൾ മാർക്ക് ഒന്ന് ചിരിച്ചു. പിറ്റേന്ന് സോളിറ്ററി ക്ലൗഡ് സെക്ഷന് പുറത്തുള്ള ഒരു മൈതാനത്ത് വെച്ച് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ആ ആള് അനൗൺസ് ചെയ്തതും ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് പലരും മനസ്സിൽ കരുതിക്കൊണ്ട് ആ മാർക്കറ്റിൽ നിന്ന് അവരവരുടെ ജോലികളിലേക്ക് മടങ്ങി. മാർക്ക് ഫെല്ലർ അവിടെ നേരെ സത്തത്തിലെത്തിയ മാർക്ക് ആ ജീനയുടെ ശ്രദ്ധയപ്പെടാതെ ഒരു മുറിയിലേക്ക് കടന്നു. മാർക്ക് ആ മുറിയിലെത്തിയതും ആ മുറി അങ്ങ് സീൽ ചെയ്തു.
നേരത്തെ മുറിഞ്ഞുപോയ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ആ ഗ്രാസ് ഉണ്ട്. മാർക്ക് ആ ഗ്രാസും മാർക്കിന് അങ്കിൾ ഗുവാൻ നൽകിയ ഒരു തടിയും അതുപോലെ ഡാഫോഡിൽ നൽകിയ ആ ഇലയൊക്കെ എടുത്ത് മുന്നിൽ വെച്ചു. ഒരു തടിക്കഷ്ണം മാർക്കിന് അങ്കിൾ ഗുവാൻ കൊടുത്തിരിക്കുകയാണ്. അതിശക്തമായ ഒരു ആക്രമണം മാർക്കിന് നേരെ ആരെങ്കിലും തൊടുക്കുകയാണെങ്കിൽ മാർക്കിന് ആ തടി ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കും. അത് മാർക്ക് എടുത്ത് ദേഹത്തിന് നേരെ പിടിച്ചാൽ മതി. ആ സമയത്ത് മാർക്കിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കൊള്ളും. ഡാഫോഡിൽ കൊടുത്തിരിക്കുന്ന ഇല മാർക്കിന്റെ ഡിവൈൻ സെൻസ് ക്ലിയർ ആക്കാനുള്ളതാണ്. മാർക്കിന്റെ മുന്നിൽ ആ കടക്കാരിൽ നിന്ന് മാർക്ക് വാങ്ങിച്ച ആ പുല്ലു ഇരിപ്പുണ്ട്. മാർക്ക് ആ ഗ്രാസ് എടുത്ത് പുറത്തു വെച്ചിട്ട് മാർക്കിന്റെ ആ കുട്ടുകം പുറത്തെടുത്തു. മരുന്ന് ഉണ്ടാക്കാനുള്ള ആ കുട്ടുകം. അനവധി ഇൻഗ്രീഡിയൻസ് മാർക്ക് നിലവിൽ നിന്ന് പുറത്തെടുത്തു വെച്ചു. അതിവേഗം ആ ഇൻഗ്രീഡിയൻസ് മാർക്ക് ആ കുട്ടുകത്തിലേക്ക് ഇട്ടു. പതുക്കെ മാർക്കിന്റെ ആ കയ്യിൽ നിന്ന് പർപ്പിൾ നിറത്തുള്ള ഫ്ലെയിം ഉപയോഗിച്ച് ആ കുട്ടുകത്തിനകത്തുള്ള സാധനങ്ങൾ ചൂടാക്കി തുടങ്ങി. നിമിഷങ്ങൾ അതിവേഗം മിനിറ്റുകളായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാധനങ്ങളൊക്കെ ശരിക്കും ലിക്വിഡ് പരുവത്തിലേക്കായി. വളരെ ശ്രദ്ധിച്ചാണ് മാർക്ക് മരുന്നുണ്ടാക്കുന്നത്. ഇപ്പോൾ മരുന്നുണ്ടാക്കുന്ന പ്രക്രിയയിൽ മാർക്ക് അങ്ങനെ അധികം ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ആ ഫ്ലെയിം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. മാർക്ക് വളരെ ശ്രദ്ധിച്ച് അവസാനം ആ മരുന്ന് ഏതാണ്ട് നല്ല തിളയ്ക്കുന്ന പരുവത്തിലെത്തിയതും ആ ഡാഫോഡിൽ ഇല മാർക്ക് ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ ആ ഡാഫോഡിൽ ഇലയിൽ നിന്ന് 2 തുള്ളി നീര് ആ കുട്ടുകത്തിനകത്തേക്ക് വീണു. ആ കുട്ടുകത്തിനകത്തേക്ക് ആ നീര് വീണ ആ നിമിഷത്തിൽ ശരിക്കൊരു സുഗന്ധം ആ കുട്ടുകത്തിനകത്ത് പുറത്തേക്ക് വരികയാണ്. ആ സുഗന്ധം ആ മുറി മുഴുവൻ അങ്ങ് വ്യാപിച്ചു. മാർക്ക് ആ സുഗന്ധം ഒന്ന് വലിച്ചെടുത്തു തുടങ്ങിയപ്പോൾ മാർക്കിന്റെ ഉള്ളിലേക്ക് ശരിക്കൊരു ശക്തി ഇങ്ങനെ കയറി വരികയാണ്. ആ ശക്തി തന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് ആസ്വദിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ഗുളിക ഉണ്ടാക്കുന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്തു. മനോഹരങ്ങളായ ഏതാനും പിൽസ് ആണ് മാർക്ക് ഉണ്ടാക്കിയത്. ആ ഗുളിക ഉണ്ടാക്കിയെടുത്തതും മാർക്ക് അതങ്ങ് കഴിച്ചു. സോൾ ഗ്യാതറിംഗ് പിൽസ് ആണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സോൾ കണ്ടൻസിങ് പിൽസ് ആണ് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കിന്റെ ആ പൊട്ടിപ്പോയ സോളിനെ ഒന്ന് ഒട്ടിക്കാനുള്ള അതേ സാധനം. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ മാർക്കിന് കാണാം സുവർണ നിറത്തുള്ള രൂപത്തിൽ ഇപ്പോഴും വിള്ളലുള്ളത്. ആ സുവർണ നിറത്തിലുള്ള രൂപത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കറുത്ത രൂപവും ഇപ്പൊ പതുക്കെ പ്രത്യക്ഷപ്പെട്ട് വരുന്നുണ്ട്. മാർക്ക് ആ ചെകുത്താന്മാരുടെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന നിമിഷത്തിൽ ആ കറുത്ത രൂപം പതുക്കെ വലുതാവും. അത് വലുതാകുന്ന അനുസരിച്ച് ആളുകളെ കൊല്ലാനുള്ള ഒരു പ്രേരണ മാർക്കിന് കൂടി വരികയും ചെയ്യും. ആ നിമിഷത്തിലാണ് പ്യൂർ ഹാർട്ട് സൂത്ര മാർക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതും അതുപയോഗിച്ച് ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ കറുത്ത രൂപം പതുക്കെ മങ്ങും. കുറെ ദിവസങ്ങളായി മാർക്ക് ആ പ്രക്രിയയിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ഇപ്പോൾ കറുത്ത രൂപത്തിന്റെ ഒരു ലാഞ്ചന കാണാം. എന്നാൽ ആ സുവർണ നിറത്തിലുള്ള ആ രൂപം മാർക്ക് നോക്കി നിൽക്കെ പതുക്കെ അങ്ങ് ഭേദമായി. മാർക്കിന്റെ ബോഡിയിലെ ആ ഡിവൈൻ സെൻസിലെ വിള്ളൽ 100% ശരിയായി. ആ സോൾ കണ്ടൻസിങ് ഗ്രാസിന്റെ കപ്പാസിറ്റി ആണോ അതോ ആ ഡാഫോഡിൽ ഇലയിൽ നിന്ന് വീണ ചാറിന്റെ കപ്പാസിറ്റി ആണോ? ഏതാണ് മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിലെ തകരാറ് ശരിയാക്കിയത് ചോദിച്ചു മാർക്കിന് അറിയത്തില്ല. എന്തായാലും ആ സോൾ കണ്ടൻസിങ് പില്ല് ഒരു അസാമാന്യ കപ്പാസിറ്റി ഉള്ള പില്ല് തന്നെയാണ്. മാർക്കിന്റെ ആ ബോഡിയുടെ ശക്തി ശരിക്കും കൂടിയിട്ടുണ്ട്. മാർക്ക് 3rd ലെവൽ ട്രൂ സൈന്റിന്റെ തൊട്ട് അടുത്ത് എത്തി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മാർക്ക് ഫെല്ലർ 3rd ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യും. അതാണ് അവസ്ഥ. മാർക്ക് പിറ്റേന്ന് രാവിലെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയുടെ പുറത്ത് അവിടെ ആ അമ്പുബലി ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞ സ്ഥലത്തെത്തി. മാർക്ക് അവിടെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. തലേദിവസം അയാൾ പബ്ലിക്കായിട്ട് മാർക്കറ്റിൽ വെച്ച് അനൗൺസ് ചെയ്ത കാര്യമായതുകൊണ്ട് ആ എഡ്ജ്ലെസ് ടീമിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ എത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും അവിടെ എത്തി. മാർക്ക് അവിടെ എത്തിയപ്പോൾ മാർക്ക് ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആ മത്സരം ആരംഭിച്ചു. അയാള് വില്ലെന്നെടുത്തു. പക്ഷെ അയാളുടെ കയ്യിൽ അമ്പൊന്നുമില്ല. വില്ലെടുത്ത അയാൾ വെറുതെ ആ ഞാണിലെങ്കിലും പിടിച്ചതും പെട്ടെന്നാണ് ചുറ്റുമുള്ള വായു ഒരു അമ്പായി രൂപം മാറിയത്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ അമ്പ് നിർമ്മിക്കുന്നതിൽ ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ ആളുകൾ കണ്ടത്. വായുവിനെ അമ്പായി കൺവെർട്ട് ചെയ്യാൻ അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അയാൾ ആ അമ്പ് വില്ലിലങ്ങ് ചേർത്ത് പിടിച്ചതും അയാൾ ആളുകളോട് ചോദിച്ചു, ആരാണ് എന്നോട് മത്സരിക്കുന്നത്? അത് കേട്ടതും ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അവൻ ഉറക്കെ ആ മനുഷ്യനോട് പറഞ്ഞു, എഡ്ജ്ലെസ് ടീമിന്റെ ഭാഗമാകാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ അമ്പയ്ക്ക് ഞാൻ അത് പിടിച്ചു നിർത്താം. മത്സരം അങ്ങനെയാണ്. അമ്പിനെ തടുക്കുകയോ പിടിച്ചു നിർത്തുകയോ വേണം. ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് ശരിക്കും ഈ അമ്പ് തടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടല്ലോ?
ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ നിൽക്കുന്നത് എന്ന് അയാൾ പറഞ്ഞതും ആ എഡ്ജ്ലെസ് ടീമിന്റെ ആള് ഞാനങ്ങ് വലിച്ചു. ആ നിമിഷത്തിൽ ഒരു പ്രകാശം പോലെ ആ അമ്പ് മുന്നോട്ട് അതിവേഗം പാഞ്ഞു. അത് ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വന്നതും അവൻ രണ്ട് കൈ കൊണ്ടും ഒരു സീലുണ്ടാക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് അയാൾ ഒരു സീൽ ഉണ്ടാക്കിയത്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് പുറത്തായതുകൊണ്ട് സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ ആർക്കും നിരോധനമില്ല. പക്ഷെ അവന്റെ ആ സീലിന് ആ അമ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയില്ല. അവന്റെ സീലും തകർന്നു. അവൻ ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. ഒത്തിരി ദൂരേക്ക് അവൻ തെറിച്ചു വീണു. അവന്റെ ഭാവി എന്താകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അത്രയും വേഗതയിലാണ് അവനെ ആ അമ്പ് ദൂരേക്ക് തെറിപ്പിച്ചത്. പിന്നെയും 3-4 ആളുകൾ കൂടി ആ മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ആർക്കും ആ അമ്പിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നത്. അയാള് വളരെ കൂളായിട്ട് ആ അമ്പ് പിടിച്ചു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അയാൾക്ക് നേരെ പാഞ്ഞു വന്ന അമ്പിനെ അയാൾ അങ്ങനെ പിടിച്ചു നിർത്തിയതും എഡ്ജ്ലെസ് ടീമിന്റെ ഭാഗമായ ആളുകൾ ഉറക്കെ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ശരിക്കും ശക്തനാണ്, നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാകേണ്ടത്. അപ്പോഴും മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ആ എഡ്ജ്ലെസ് ടീമിന്റെ ആളുകൾ ഒരു കരാറുമായി വന്നു. ആ കരാറ് വായിച്ച ആ ചെറുപ്പക്കാരൻ അവരോട് ചോദിച്ചു, അല്ല, ഇത് ഞാൻ ഒപ്പിട്ട് തരുന്ന കരാറല്ലേ? നമ്മള് 2 ടീമുകൾ ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായി കരാറുണ്ടാക്കിയാൽ അത് ശരിയാകില്ലല്ലോ. ഇത് മുഴുവൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് ഒന്നും പറയുന്നില്ലല്ലോ. എനിക്ക് നിങ്ങളുടെ ഈ അടിവപ്പണിയിൽ ഒരു താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ കരാർ അങ്ങ് തിരിച്ചു കൊടുത്തു. ശരിക്കും നട്ടലുള്ള ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെയാണ് മാർക്കിന് അത് കണ്ടപ്പോൾ തോന്നിയത്. മാർക്ക് ചിരിക്കുന്ന കണ്ടതും ഈ അമ്പെയ്യുന്ന വ്യക്തി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ മത്സരിച്ചു നോക്ക്, നിന്റെ ഫിസിക്കൽ ബോഡി ശരിക്കും ശക്തമാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ നോക്കാം. അയാൾ പഴയ പൊസിഷനിലേക്ക് വന്ന് മാർക്കിന് നേരെ അമ്പ് അയച്ചു. മാർക്ക് കൈകൾ രണ്ടും പുറകിൽ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ആ അമ്പ് അതിശക്തമായി പാഞ്ഞു വന്ന് മാർക്കിന്റെ ബോഡിയിൽ ഇടിച്ച് മാർക്കിന്റെ സെയിൻലി ബോഡി ടെക്നിക്കിന്റെ കവറിൽ തട്ടി താഴെ വീണു. മാർക്കിന് ഒന്നും സംഭവിച്ചില്ല. മാർക്കിന്റെ ബോഡിയുടെ മുന്നിൽ ഒരു പ്രകാശം ഉണ്ടായത് മാത്രമാണ് ആളുകൾ കണ്ടത്. മാർക്ക് കൂളായി നിൽക്കുന്ന കണ്ടതും ആ എഡ്ജ്ലെസ് ടീമിന്റെ ലീഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി വേറെ സെലക്ഷൻ ഇല്ല. മാർക്ക്, നീ തന്നെയാണ് ഞങ്ങൾക്കൊപ്പം വരേണ്ടത്. അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ 3 പേരും എൻ്റെ ശിഷ്യന്മാരായി എനിക്കൊപ്പം കൂടുകയാണെങ്കിൽ നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം. ആ 3 പേരും അവരുടെ ശിഷ്യനായി മാർക്കിനെ റിക്രൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മാർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായവുമായി അവരുടെ മുന്നിലേക്ക് വന്നത്. പെട്ടെന്ന് അത് ഒരു അഭിപ്രായ വ്യത്യസ്തത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങി. ആ അമ്പ് വില ഉപയോഗിക്കുന്ന വ്യക്തി അയാളുടെ അമ്പ് ഒന്ന് കുലച്ച് മാർക്കിനെ നേരിടാൻ തുടങ്ങുമ്പോൾ ശരിക്കൊരു ബഹളം എല്ലാ മേഖലയിൽ നിന്നും കേട്ടു. ഒരു വൻ ശബ്ദം, ഒരു മിന്നൽ വീഴുന്ന ശബ്ദമൊക്കെയാണ് ആളുകൾ കേട്ടത്. ഒരു ഇടിവെട്ടുന്ന ശബ്ദമൊക്കെ. അത് കേട്ടതും ആരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, പറകേട്രയിൽ ആ ജിൻസിങ് ട്രിബുലേഷനിലേക്ക് കടക്കുകയാണ്. അകത്ത് 6th ലെവലിൽ ഒരു കൂറ്റൻ ജിൻസിങ് ഉണ്ടെന്നും അത് ട്രിബുലേഷൻ വഴി ഒരു ഡീമനായി മാറുമെന്നുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ അത് സംഭവിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആളുകൾ അതിവേഗം അവരുടെ വാഹനങ്ങളിൽ പറകേട്രയ്ക്ക് അകത്തേക്ക് തിരിച്ചു. ഷിപ്പുകളും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഒരുപാട് ആ മേഖലയിലുണ്ട്. മാർക്ക്ഫെൽഡർ നോക്കുമ്പോൾ പല ശൈലിയിലുള്ള വാഹനങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ആളുകൾ പറകേട്രയിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ എതിരിടാൻ നിന്ന ആ എഡ്ജ്ലെസ് ടീമൊക്കെ മാർക്കിനെ മൈൻഡ് ചെയ്യാതെ അതിവേഗം പറകേട്രയിലേക്ക് തിരിച്ചു. മാർക്കും അതിവേഗം പറകേട്രയിലേക്ക് ഓടിത്തുടങ്ങി. അപ്പോഴാണ് മാർക്ക് ഒരു കക്ഷി ഒരു താമര ഇലയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന കണ്ടത്. ഒരു അടിപൊളി മാജിക്കൽ ഇല എന്ന് പറയാം. മാർക്ക് നിമിഷ നേരം കൊണ്ട് ആ ഇലയുടെ മുകളിലേക്ക് ചാടിക്കേറി. മാർക്കിനെ കണ്ട ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി. മാർക്ക്, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല. നീ എന്നെ പറകേട്രയിൽ 6th ലെവൽ വരെ കൊണ്ടുപോകണം. മാർക്ക് ആ താമര ഇലയിൽ ആ ചെറുപ്പക്കാരനൊപ്പം പറകേട്രയിലേക്ക് കടന്നത് മുതൽ രസകരമായ കാഴ്ചകളാണ് ആ പറകേട്രയ്ക്കകത്ത് കാണുന്നത്. ലെവൽ 1 മുതലേ ശരിക്കും ഒരു ഓട്ടം വളരെ വളരെ ദൃശ്യമാണ്. പറകേട്രയുടെ ആ 6th ലെവലിലേക്ക് ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഡീമൺ ബീസ്റ്റുകളും മനുഷ്യർ പോലെ തന്നെ ഉണ്ട്. അത് കണ്ടപ്പോൾ മാർക്കിന് ഭയങ്കര അതിശയം. പുതുതായി ഒരു ഡീമൺ ബീസ്റ്റ് ജനിക്കുന്നിടത്ത് മറ്റ് ഡീമൺ ബീസ്റ്റുകൾ എന്തിനാ താല്പര്യം കാണിക്കുന്നത്? ഡീമൺ ബീസ്റ്റ് ജനിക്കുന്ന സമയത്ത് വൻതോതിലുള്ള ട്രിബുലേഷൻ ഉണ്ടാവും. മിന്നലുകളുടെ വൻ പ്രഹരം തന്നെ ആ മേഖലയിൽ ഉണ്ടാവും. ആ സമയത്ത് ശരിക്കും ഒരു ട്രിബുലേഷന് ആ ഡീമൺ ബീസ്റ്റിന് ജനനം വിധേയമാകും.
ഇഷ്ടംപോലെ മിന്നലായിരിക്കും അവിടെ വീഴുക. ആ സമയത്ത് ഈ ജിൻസെങ് ഡീമൺ ബീസ്റ്റായി മാറുന്ന ആ ഘട്ടത്തിൽ ആ ജിൻസെങ്ങിന്റെ ഒരു ഇലയോ ഒരു വേരിന്റെ അംശമോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ തന്നെ അത് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതറിയാവുന്ന ഡീമൺ ബീസ്റ്റുകളും അതുപോലെ മനുഷ്യന്മാരും ഒരുമിച്ച് ആ ഭാഗത്തേക്ക് കുതിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കുതിപ്പ് വലിയൊരു സംഘർഷത്തിന് ഇടവരുത്തി. മാർക്ക് ഫെല്ലർ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് സംഘടനത്തിന്റെ ഒരു നിരയാണ്. മനുഷ്യരും ഡീമനുകളും തമ്മിലുള്ള അതിഭീകരമായ സംഘടനം സകല ലെവലിലും നടക്കുകയാണ്. മാർക്ക് കടന്നു പോകുന്ന വഴിയിലൊക്കെ ഡീമൺ ബീസ്റ്റുകൾ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. മാർക്ക് അവരെയൊക്കെ അതിജീവിച്ച് അവരെയൊക്കെ കൊന്നും അവരെയൊക്കെ പരിക്കേൽപ്പിച്ചും അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് അവസാനം ആ 5ാമത്തെ ലെവലിന്റെ അടുത്തെത്തി. 5ാമത്തെ ലെവലിന്റെ അടുത്തെത്തിയതും ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് അവിടെ പോയാൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ബ്രദർ, ദയവായി എന്നെ ഇവിടെ ഇറങ്ങാൻ അനുവദിക്കണം. ഞാനല്ലേ കൂടെ ഉള്ളത്, നീ വാ. അങ്ങനെ മാർക്ക് നിർബന്ധിച്ച് പറഞ്ഞതും അവൻ മാർക്കിനെ 6th ലെവൽ വരെ കൊണ്ടുപോകാവുന്ന ഏറ്റു. 6th ലെവലിൽ മാർക്ക് എത്തിയതും മാർക്ക് അവനെ ഒഴിവാക്കി. 6th ലെവലിലേക്ക് കാലെടുത്ത് വെച്ച് മാർക്ക് കാണുന്നത് ചേരി തിരിഞ്ഞുള്ള സ്റ്റണ്ടാണ്. ശരിക്കും അതിശക്തരായ ഡീമൺ ബീസ്റ്റുകളും അതേപോലെ ശക്തരായ മനുഷ്യന്മാരുടെയും ഒരു വൻ ടീം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ആ മേഖലയിൽ തുടർച്ചയായ സംഘടന നടക്കുകയാണ്. മാർക്ക് ഫെല്ലറും ഇടയ്ക്കിടയ്ക്ക് സംഘടനത്തിന്റെ ഭാഗമായി. മാർക്കിന്റെ പ്രഖ്യാപിത ശത്രുക്കളൊക്കെ പലരും അവിടെ ഉണ്ട്. ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലും അതുപോലെ ഈ സോളിറ്ററി സിറ്റിയിലൊക്കെ മാർക്ക് ഉടക്കിയ ആളുകൾ പലരും അവിടെ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ തരം കിട്ടുമ്പോൾ മാർക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡീമൺ ബീസ്റ്റുകളെ ആക്രമിക്കുകയാണെന്നുള്ള പരുവത്തിൽ മാർക്കിനെ ആക്രമിക്കുകയാണ്. മാർക്ക് ആ ആക്രമണങ്ങളൊക്കെ ഒരു പരുവത്തിൽ നേരിട്ട് അവസാനം ഒരു ദിശയിലേക്ക് മാറിയപ്പോൾ മാർക്ക് ആ ആളുകളേക്ക് അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് ഒരു വൻ മുഴക്കം ഉണ്ടാകുന്നത്. സകലരും പ്രതീക്ഷിച്ചിരുന്ന ആ മുഴക്കം കേട്ട നിമിഷത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആ ജിൻസിങ്ങിന്റെ ഭാഗത്തേക്ക് മാറി. അതിമനോഹരമായ ഒരു ജിൻസിങ് അവിടെ ആ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ആകാശത്ത് കാതടപ്പിക്കുന്ന ശബ്ദവും അതിനെ തുടർന്ന് ഒരു പ്രകാശവും ഉണ്ടായത്. അതിശക്തമായ ഒരു മിന്നലിന്റെ ലക്ഷണം ആ പ്രകാശത്തെ കണ്ടതും മാർക്ക് കൗതുകപൂർവ്വം ആകാശത്തേക്കും ആ ജിൻസിങ്ങിനെ നോക്കി. മാർക്ക് അനവധി തവണ ട്രിബുലേഷന് വിധേയമായിട്ടുള്ള ആളാണ്. അതുപോലെ ജൂവിന്റെ ട്രിബുലേഷൻ മാർക്ക് കണ്ടിട്ടുള്ളതുമാണ്. ആ ട്രിബുലേഷനുകളൊക്കെ ഒരുപാട് ദൂരം പിന്നോക്കം തള്ളുന്ന ശൈലിയിലുള്ള ഒരു ഒരുക്കമാണ് ആകാശത്ത് കാണുന്നത്. കൂറ്റൻ മേഘങ്ങളുടെ വൻ നിര തന്നെ ആകാശത്തേക്ക് അങ്ങനെ പാഞ്ഞു വരികയാണ്. ആ മേഘങ്ങൾ അടുത്ത് വരുന്നതോടുകൂടി മിന്നലുകൾ ഇടിമിന്നലും ഇഷ്ടംപോലെ ഉണ്ടാവുകയാണ്. മിന്നലുകൾ അതിവേഗം ആ കാടിനകത്തേക്ക് വീണുടങ്ങിയതും ആളുകൾ ചിതറി ഓടാൻ തുടങ്ങി. ഡീമൺ ബീസ്റ്റുകളും മനുഷ്യരും ഒക്കെ സുരക്ഷിതമായ അകലത്തിലേക്ക് ഓടി മാറുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും വെളുത്ത ഡ്രസ്സ് ധരിച്ച ഒരു മനുഷ്യനെ കണ്ടു. അയാള് യഥാർത്ഥത്തിൽ മാർക്കിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ സംഘടനത്തിനിടയിൽ മാർക്ക് യഥാർത്ഥത്തിൽ അയാളെ കണ്ടിരുന്നില്ല. അയാള് കൂളായിട്ട് പറയുകയാണ്, ശക്തമായ ഒരു ജിൻസിങ് ആണ് ട്രിബുലേഷന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് ട്രിബുലേഷന്റെ ശക്തിയും അത്രയും വലുതായത്. ആ ശബ്ദം കേട്ട മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ ആ ആളെ നോക്കി പോവുകയാണ്. അത് സാക്ഷാൽ മീശയാണ്. മീശ, നിങ്ങളിവിടെ? മാർക്ക്, ഞാൻ എപ്പോഴേ ഇവിടെ എത്തിയിരുന്നു. മീശ, സത്യം പറയാം, നിങ്ങൾ എന്നാ ഇവിടെ എത്തിയത്? മാർക്ക്, ഞാനൊരു 2-3 മാസം മുമ്പ് ഇവിടെ ഉണ്ട്. 2-3 മാസം മുമ്പോ? അതെ, ഇവിടെ എനിക്ക് ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഈ ട്രിബുലേഷനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ്. മാർക്ക്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. മാർക്ക്, നീ എൻ്റെ കൂടെ നിന്നോ, നമുക്ക് ഒന്നിച്ച് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ എടുക്കാം. പകുതി നിനക്ക്, പകുതി എനിക്ക്. സാധാരണ മാർക്കുമായി കാര്യമായി വിലപേശുന്ന ആളാണ് മീശ. പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ടോ മീശ അങ്ങനെ ഒരു വിലപേശലിൽ നിന്നില്ല. പകുതി മാർക്കിനെ എന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞു. മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, ശരിക്കും ഇവിടെ അപകടമുണ്ടല്ലേ? മാർക്ക്, അപകടമേ ഉള്ളൂ, പക്ഷെ നീ ഭയക്കണ്ട, നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ഞാൻ ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. അത് കേട്ടപ്പോൾ മാർക്കിനൊരു ആശ്വാസമായി. ശരിക്കും അവിടെ ആ ട്രിബുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ജിൻസിങ് ഒരു മനുഷ്യനായി രൂപം മാറും. ആ മനുഷ്യ രൂപത്തിലേക്ക് ജിൻസിങ് കടക്കുന്ന സമയത്ത് നിർവചിക്കാനാവാത്ത വിധത്തിൽ ഒരു പ്രത്യേക ഓറ, പ്രത്യേക ഊർജം ചുറ്റും വ്യാപിക്കും. ആ ഊർജം വ്യാപിക്കുന്ന സമയത്ത് ആ ജിൻസിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് കൈ കിട്ടിയാലും അതൊരു അമൂല്യ നിധിയാണ്. ആ അമൂല്യ നിധിക്ക് വേണ്ടി അവിടെ കാണുന്ന ആ 10,000-കണക്കിന് ആളുകൾ പരസ്പരം തമ്മിലടിക്കും. മനുഷ്യന്മാർ തമ്മിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലും മൃഗങ്ങൾ തമ്മിലും ഒക്കെ തമ്മിലടി ഉണ്ടാവും. സകലരുടെയും ലക്ഷ്യം ആ ജിൻസിങ് ആയിരിക്കും. ആ സമയത്ത് അവിടെ നിന്ന് തടി രക്ഷിക്കാന്ന് പറഞ്ഞാൽ
അത് ലേശ പാടാണ്. മാർക്കിന് അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. ഇപ്പോഴാണ് മാർക്കിന്റെ ആശ്വാസമായത്. രക്ഷിക്കാൻ ഒരാൾ ഇതാ കൂടെ ഉണ്ട്. മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, ഈ ജിൻസിങ് ശരിക്കും പഴക്കമുള്ളതാണ്. മാർക്ക്, ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഈ ജിൻസിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും മാർക്ക് അത് നിന്നെ ഒരുപാട് മുകളിലെത്തിക്കും. മാർക്കിപ്പോ 3rd ലെവൽ ട്രൂ സെയിന്റിലേക്ക് എത്താറായി നിൽക്കുകയാണ്. മാർക്കിന് ശരിക്കും ഒരുപാട് മുകളിലേക്ക് പോയാലേ അവിടെ ആ ഹോളി റീജിയനിൽ ചെന്നിട്ട് എമിലി ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് വിളിച്ചിറക്കാൻ പറ്റും. മാർക്കിന്റെ മുന്നിൽ ഇനി വളരെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ. മാർക്കിന് അനുവദിച്ചിരുന്ന 100 വർഷത്തിൽ 60 നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി 40 വർഷമാണ് മാർക്കിനുള്ളത്. ആ 40 വർഷം ഇതാന്ന് പറയുന്ന വേഗതയിൽ കടന്നുപോകും. അത് മാർക്കിന് അറിയാം. അതുകൊണ്ടാണ് മാർക്ക് എത്ര ബുദ്ധിമുട്ടിയാലും ആ ജിൻസിങ്ങിനടുത്ത് എത്തണമെന്ന് തീരുമാനിച്ചത്. മാർക്ക് ഫെല്ലറും മീശയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രിബുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും മാർക്കും മീശയും വരെ ഞെട്ടിപ്പോകുന്ന ശൈലിയിലുള്ള ശക്തമായ മിന്നലുകളാണ് താഴേക്ക് വീണു തുടങ്ങിയത്. അതിശക്തമായ മിന്നൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തുരുതുര ആ കാട്ടിനകത്തേക്ക് പാഞ്ഞിറങ്ങിയപ്പോൾ ജനം ഒരുപാട് ദൂരേക്ക് ഒഴുകി മാറുകയാണ്. മാർക്ക് അമ്പരന്ന് നിൽക്കുമ്പോൾ മീശ മാർക്കിന്റെ കയ്യിലേക്ക് ഒരു വടി വെച്ചു. മാർക്ക് അമ്പരന്ന് നിൽക്കുമ്പോൾ മീശ മാർക്കിന്റെ കയ്യിലേക്ക് ഒരു റൂളർ പിടിപ്പിച്ചതിന് ശേഷം മാർക്കിന്റെ ഇടത് കൈ പിടിച്ച് ഒരൊറ്റ ഓട്ടം. അവര് ഓടിയ ആ നിമിഷത്തിൽ ഒരു മിന്നൽ അവർ നിന്ന ഭാഗത്ത് വീണു. ശരിക്കും കണ്ണഞ്ചി പോകുന്ന പ്രകാശം ആ ഭാഗത്ത് മുഴുവൻ ഉണ്ടാവുകയാണ്. മാർക്ക് മീശയ്ക്കൊപ്പം ഒത്തിരി ദൂരേക്ക് എത്തി. അവിടുന്ന് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാർക്ക് നിന്ന ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തീയിൽ അമർന്നിരിക്കുകയാണ്. ചുറ്റും തീയാണ്. ആ ഭാഗത്ത് മാത്രമല്ല, ആ ജിൻസിങ് ഉള്ള സ്ഥലത്തിന് ചുറ്റും മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും മിന്നല് അതിന്റെ താണ്ഡവം നിർത്തുന്നില്ല. കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി കൂറ്റൻ മിന്നലുകൾ താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച ദൂരേക്ക് മാറി നിൽക്കുന്ന ഡീമൺ ബീസ്റ്റുകളും അതുപോലെ മനുഷ്യനും ഒരുപോലെ കാണുന്നുണ്ട്. ആ മിന്നലൊന്ന് അടങ്ങുമ്പോഴാണ് അവർക്ക് അവരുടെ ആ ടാർഗറ്റിനടുത്തേക്ക് ഓടിയെത്താൻ. സകലരും ഏതാണ്ട് ഓട്ടമത്സരത്തിന് കാത്തു നിൽക്കും പോലെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മാന്ത്രിക ആയുധങ്ങളുണ്ട്. ആ ഓട്ടത്തിൽ പലതും സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ശ്വാസം അടക്കി പിടിച്ച ആളുകൾ നിൽക്കുന്നത്, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ മറ്റാരെങ്കിലും ഓടിയെത്തും. ഒരു കൂറ്റൻ ജിൻസിങ്ങിന്റെ പുറത്ത് വൻതോതിൽ മിന്നൽ വീഴുന്നത് പലർക്കും കാണാം. എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ ആ ജിൻസിങ്ങിന്റെ തോല് പതുക്കെ പിളർന്നു തുടങ്ങി. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഒരു മുട്ടയുടെ തോട് പിളർന്നു വരും പോലെ ആ ജിൻസിങ് ചെടിയുടെ തോലിങ്ങനെ അടരുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യന്റെ കുഞ്ഞു രൂപം കുറേശ്ശെ വിസിബിളായി. ഈ സമയത്തും ആകാശത്ത് മിന്നൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ആ മിന്നലുകൾ ജിൻസിങ്ങിന്റെ പുറത്ത് മാത്രമല്ല വീഴുന്നത്, ചുറ്റും വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനും ആ റേഡിയസിനുള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 200 മീറ്റർ വൃത്താകൃതിയിൽ ഒരു കുഞ്ഞിനും കടക്കാൻ പറ്റാത്ത ശൈലിയിൽ മിന്നൽ അങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ആ മിന്നലുകൾ ഉണ്ടാകുന്ന പ്രകാശത്തിൽ ശരിക്കും ആളുകൾക്ക് തൊട്ടടുത്ത് ആ കാഴ്ച കാണാം. ആ ജിൻസിങ് പതുക്കെ പൊട്ടി വിടരുന്നത്. അങ്ങനെ വിടർന്നു വരുമ്പോൾ ദൂർനിന്നേ മാർക്ക് ഫെല്ലർ ആ കാഴ്ച കണ്ടു. ശരിക്കും നല്ല ചുവന്ന് തുടുത്ത നഖങ്ങളുള്ള ഒരു കൈയാണ് മാർക്ക് കണ്ടത്. മാർക്ക് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ കാണാൻ കഴിയുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആ കുഞ്ഞിന്റെ പുറകുവശം കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല കൊഴുത്ത തലമുടി പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തലയുടെ പുറകുവശമാണ് ആ കുഞ്ഞിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ കാണുന്നത്. മറ്റു വശങ്ങളിലുള്ള ആളുകൾക്ക് അതുപോലെ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട ഓരോ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ഒരു കുഞ്ഞിന്റെ പിറവെ അവര് ആദ്യമായി കാണുന്നത് ഒരു ഡീമൺ ബീസ്റ്റായി ഒരു ചെടി മാറുകയാണ്. മാർക്കിന് അതൊരു അതിശയപ്പെടുത്തുന്ന കാഴ്ചയാണെങ്കിലും അവിടെയുള്ള പലർക്കും ഇത്തരം കാഴ്ചകൾ കണ്ട് പരിചയമുണ്ട്. എന്നാലും അവർക്കും വല്ലാത്തൊരു അമ്പരപ്പുണ്ട്. ഇവിടെ ഈ കുഞ്ഞായി മാറുന്നത് ഒരുപാട് പ്രായമുള്ള ഒരു ജിൻസിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്ത് കിട്ടിയാലും അത് കൾട്ടിവേഷൻ ലെവൽ ഒരുപാട് ഉയർത്തും. അവർക്കെല്ലാവർക്കും ആ കുഞ്ഞുള്ള ഭാഗത്തേക്ക് ഓടിപ്പോകണമെന്നുണ്ട്. പക്ഷേ മിന്നല് അവരങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. ശക്തമായ മിന്നലാണ് വീണുകൊണ്ടിരിക്കുന്നത്. തറയിൽ മിന്നൽ വീഴുമ്പോൾ തറ പൊട്ടിപ്പുളരുന്നതും മണ്ണ് തെറിക്കുന്നതും തീ കത്തുന്നതും മരങ്ങളൊക്കെ കത്തി പടരുന്നതൊക്കെ ആളുകൾക്ക് കാണാം. പക്ഷെ അത് മുഴുവൻ കറക്റ്റായിട്ട് കൺട്രോൾഡ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ശൈലിയിലാണ് നടക്കുന്നത്. ഒരു നിശ്ചിത ഏരിയക്കുള്ളിൽ മാത്രമേ മിന്നൽ വീഴുന്നുള്ളൂ. മാർക്ക് ഫെല്ലറും മേശയും നിൽക്കുന്ന ഭാഗത്തേക്കോ അല്ലെങ്കിൽ അവരെ പോലെ ആ വൃത്തത്തിന് ചുറ്റും നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ആ മിന്നൽ വീഴുന്നതേയില്ല. ഒരു കൺട്രോൾഡ് ആക്ഷൻ, അങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും. സ്വർഗത്തെ വെല്ലുവിളിക്കുന്ന സൃഷ്ടിയാണ് നടക്കുന്നത്. ആ സൃഷ്ടി നടക്കാതിരിക്കാൻ വേണ്ടി
സ്വർഗം അതിന്റെ കഴിവെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സൃഷ്ടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. കൾട്ടിവേഷൻ മേഖലയിലുള്ള എല്ലാവർക്കും അതറിയാം. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ നിന്ന് മാസ്റ്റർ സെയിന്റിലേക്കും, മാസ്റ്റർ സെയിന്റിൽ നിന്ന് മൈറ്റി ലെവലിലേക്കും, അതുപോലെ റിവേർഷൻ ഓയിലിലേക്കും, പിന്നീട് ട്രൂ സെയിന്റിലേക്ക് കടന്നിട്ടുള്ള ആളുകൾക്ക് അതറിയാം. ഓരോ ലെവലിൽ കടക്കുമ്പോഴും സ്വർഗം മിന്നലിന്റെ രൂപത്തിൽ തടസ്സങ്ങളുമായി എത്തും. അതിനെ അതിജീവിച്ചാലേ ശരിക്കും അവർക്ക് മുന്നേറാൻ പറ്റും. ഒരുപാട് ആളുകൾ ആ ടൈമിൽ കൊല്ലപ്പെടും. ആ കാര്യങ്ങളൊക്കെ മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ മിന്നലിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങി. ഇപ്പോ ശരിക്കും സുന്ദരനായ ഒരു കൊച്ചു കുഞ്ഞ് അവിടെ ആ ജിൻസിങ്ങിനകത്ത് രൂപപ്പെട്ട് വരുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് വിസിബിളാണ്. ഏകദേശം ഒരു 100-200 മീറ്റർ ദൂരം മാത്രമേ മാർക്കും ആ കുഞ്ഞും തമ്മിലുള്ളൂ. അതേ ദൂരം തന്നെയാണ് ബാക്കി എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ മിന്നലിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയതും ആളുകൾ പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയാണ്. എന്നാലും അവരെങ്ങനെ നിൽക്കുകയാണ്, ആ വൃത്തത്തിന്റെ അകത്തേക്ക് കടക്കാതെ നിൽക്കുകയാണ്. ആ മിന്നലുകളെല്ലാം ഏതാണ്ട് തീർന്നെന്ന് തോന്നിയതും ഒരു കുതിപ്പായിരുന്നു. സകല മേഖലയിൽ നിന്നും ആളുകൾ മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് ആളുകൾ കുതിക്കുമ്പോൾ ആളുകളുടെ തലയ്ക്ക് മുകളിൽ കൂടെ കൂറ്റൻ മൃഗങ്ങൾ പാഞ്ഞു വരികയാണ്. ചിലതൊക്കെ വൻ പക്ഷികളാണ്. ആനയേക്കാൾ വലിപ്പമുള്ള ചെന്നായ്ക്കളും സിംഹവും കരടി ഉൾപ്പെടെയുള്ള സകലതും മുന്നോട്ട് കുതിക്കുകയാണ്. ഈ മൃഗങ്ങൾ മുന്നോട്ട് തലയ്ക്ക് മുകളിലൂടെ കുതിച്ചതും അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകൾ അവരുടെ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ ആ മൃഗങ്ങളുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു. രക്തരൂക്ഷിതമായ ഒരു സംഘടന അതിൻ്റെ എല്ലാ ശൈലിയിലും അവിടെ അരങ്ങേറി തുടങ്ങി. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ടൈം. ഇപ്പോ ആ ജിൻസിങ്ങിന്റെ അടുത്തെത്തുക, അവിടെ നിന്ന് കിട്ടാവുന്നതുമായിട്ട് രക്ഷപ്പെടുക. അങ്ങനെ മാർക്ക് ഫെല്ലറോട് മീശ പറഞ്ഞതും മാർക്ക് മീശയ്ക്കൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ മാർക്കിന്റെ എതിരാളികൾ മാർക്കിനെ തടസ്സപ്പെടുത്തുകയാണ്. ശരിക്കും അവരുടെയും ലക്ഷ്യം ആ ജിൻസിങ് ആണ്. മാർക്കും അവരും തമ്മിൽ രക്തരൂക്ഷിതമായ സംഘടന നടക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ചുറ്റും നോക്കുകയാണ്. ഒരാൾക്കും ജിൻസിങ്ങിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സകലരും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അതിഭീകരമായ സംഘടന സകല മേഖലയിലും അരങ്ങേറുകയാണ്. ആളുകൾ കൊല്ലപ്പെടുന്നതിന് കൈയും കണക്കുമില്ല. അതുപോലെ തന്നെ കൊല്ലപ്പെടുന്ന ഡീമൺ ബീസ്റ്റുകൾക്കും ഒരു കണക്കുമില്ല. പക്ഷെ ഡീമൺ ബീസ്റ്റുകളെ ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ വിസിബിളാണ്. സാധാരണഗതിയിൽ മനുഷ്യർക്കാണ് കോർഡിനേഷൻ ഉള്ളത്. ഡീമൺ ബീസ്റ്റുകൾക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. അവര് പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പദവും കാണില്ല. പക്ഷെ ഇവിടെ അവർക്ക് പരസ്പരം ഒരു ബന്ധമുള്ളതുപോലെ മാർക്കിന് ഫീൽ ചെയ്തു. ആ ഡീമനുകൾ ഒന്നിച്ച് അവരെ എതിരിടുന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ ഒന്നിച്ചു ചേർന്ന് ആക്രമിക്കുന്ന പദമുള്ളതല്ല. ഇവിടെ 100 കണക്കിന് ഡീമനുകൾ അകത്തേക്ക് ഇരച്ചു കയറുന്ന ആ മനുഷ്യരുമായി ഏറ്റുമുട്ടി തുടങ്ങി. ശരിക്കും രണ്ട് ഭാഗത്തും അതിശക്തരായ ട്രൂ സെയിന്റുകളാണ് ഉള്ളത്. ഡീമൺ ബീസ്റ്റുകളുടെ ഭാഗത്ത് ട്രൂ സെയിന്റുകളുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട്. ആ ട്രൂ സെയിന്റുകൾ തമ്മിലുള്ള അതിഭീകരമായ സംഘടന മാജിക്കൽ ആർട്ടിഫാക്റ്റുകളും മാന്ത്രിക സ്പെല്ലുകളും ഒക്കെ തലങ്ങും വിലങ്ങും ഉപയോഗിക്കുകയാണ്. സ്പിരിച്വൽ എനർജി ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണവും ആ മേഖല ഇല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടാവുന്ന എല്ലാ ശൈലിയിലുമുള്ള ആയുധങ്ങളുടെ ഒരു വൻ ഉപയോഗമാണ് അവിടെ നടക്കുന്നത്. മാർക്ക് ഫെല്ലറും മീശയും അവരെ എതിരിടുന്ന ആളുകൾക്കിടയിലൂടെ ഒരു പരുവത്തിൽ മുന്നോട്ട് നീങ്ങി. അവർ ആ ജിൻസിങ്ങിന് ഏകദേശം ഒരു 10 മീറ്റർ അടുത്തെത്തി കാണും. ആ സമയത്താണ് മാർക്കിന്റെ മുകളിൽ കൂടി അതിശക്തമായ ഒരു മിന്നൽ കടന്നു പോകുന്നതായി മാർക്കിന് തോന്നിയത്. ട്രിബുലേഷൻ മിന്നലുകൾ അവസാനിച്ച ശേഷം ഇത് എന്താ എന്ന് മാർക്ക് ആലോചിക്കുമ്പോഴേക്കും അതിശക്തമായ ഒരു സോട്ട് ലൈറ്റ് ആ ജിൻസിങ്ങിനെ കീറി മുറിച്ചു. ആ കുഞ്ഞിന്റെ പുറത്ത് അപ്പോഴും ആ ജിൻസിങ്ങിന്റെ കവറുണ്ട്. ആ കവറുകൾ കീറി മുറിച്ചുകൊണ്ടാണ് ആ സോട്ട് ലൈറ്റ് കടന്നുപോയത്. മാർക്ക് ഫെല്ലർ അമ്പരപ്പോട് ആ കാഴ്ച കണ്ടു. അത് സാക്ഷാൽ ഈവിൾ ടെർമിനേറ്ററാണ്. സകല ഡീമൺ ബീസ്റ്റുകളെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഈവിൾ ടെർമിനേറ്ററുടെ അതിശക്തമായ വാൾ വീശലിൽ ആ കുഞ്ഞിന്റെ പുറത്തുണ്ടായിരുന്ന കവറാണ് അരിഞ്ഞങ്ങ് പോയത്. മാർക്കും മീശയും മുന്നോട്ട് നീങ്ങാനാവാതെ പെട്ടെന്ന് അവിടെ സ്റ്റക്കായി അങ്ങ് നിന്നുപോയി. ഈവിൾ ടെർമിനേറ്റർക്കൊപ്പം ആ അമ്മാവനും അതുപോലെ ആ ലേഡിയുമുണ്ട്. അവരും മുന്നോട്ട് കുതിക്കുകയായിരുന്നു. കുറച്ച് മാറി മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ സമയത്തും അനിശ്ചിതം തുടരുകയാണ്. ആ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുന്ന മൃഗങ്ങളും അതുപോലെ മനുഷ്യന്മാരും ആ കാഴ്ച കണ്ടു. ഈവിൾ ടെർമിനേറ്റർ ആ ജിൻസിങ്ങിനെ വകവരുത്താനായി അയാളുടെ സോട്ട് ലൈറ്റ് ഉപയോഗിക്കുന്ന കാഴ്ച.
അവരെല്ലാവരും ആ ജിൻസിങ്ങിന് വേണ്ടിയാണ് ഓടി വന്നത്. പക്ഷെ ആ ജിൻസിങ്ങിനെ അരിഞ്ഞു തള്ളാനുള്ള ശ്രമത്തിലാണ് അവിടെ ആ ഈവിൾ ടെർമിനേറ്റർ. അയാളുടെ വാൾ ഒരിക്കൽ കൂടി മുകളിലേക്ക് ഉയർത്തി ഒരൊറ്റ വെട്ട് ആ ജിൻസിങ്ങിന്റെ ഏകദേശം ഇടുപ്പിന്റെ താഴെ വെച്ച് അങ്ങ് അറ്റുപോവുകയാണ്. ശരിക്കും ആ ജിൻസിങ്ങിന്റെ അകത്ത് രൂപപ്പെട്ട ആ കൊച്ചുകുട്ടിയുടെ കാല് ഏതാണ്ട് അരയ്ക്ക് താഴെ വെച്ച് ആ ഒറ്റവെട്ടിൽ അറ്റ് തെറിച്ചു. ഈ സമയത്ത് ആ ജിൻസിങ്ങിന്റെ കവറുമായി ബന്ധപ്പെട്ട് പിന്നെയും ചില സാധനങ്ങൾ വെട്ടുവീണിരുന്നു. വെട്ടുവീണതിന്റെ ഫലമായിട്ട് അതൊക്കെ ആ വാളിന്റെ ഫലമായിട്ട് പല ഭാഗത്തേക്ക് തെറിച്ചു. അത് തെറിച്ച് വീണതും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എതിരാളിയെ മൈൻഡ് ചെയ്യാതെ ആ തെറിച്ചു വീണ ജിൻസിങ്ങിന്റെ ഭാഗങ്ങൾ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ഒറ്റ കുതിപ്പ്. ശരിക്കും അതൊരു വല്ലാത്ത രംഗമാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ആ ജിൻസിങ്ങുമായി ബന്ധപ്പെട്ട് തെറിച്ചത്. തെറിച്ചു വീണ എല്ലാ ഭാഗത്തേക്കും ആളുകൾ ഓടിക്കൂടുമ്പോൾ മൃഗങ്ങളും ആളുകളും എല്ലാം കൂടി ആ സാധനത്തിന് വേണ്ടി അടിപിടിയായി. ശരിക്കും കടിപിടി കൂടുകയാണെന്ന് പറയാം. കിട്ടുന്നത് എന്താണെങ്കിലും അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലർക്ക് കിട്ടുകയും ചെയ്തു. കിട്ടുന്ന ആളുകൾ ആ നിമിഷം അതുമായി പുറത്തേക്ക് കുതിക്കുമ്പോൾ പുറത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കായിരുന്ന ആളുകൾ, മൃഗങ്ങൾ എല്ലാം ഒന്നടങ്കം അയാളെ ഫോളോ ചെയ്യുകയാണ്. അകത്തുനിന്ന് ഓരോ ആളുകളായിട്ട് അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളായിട്ട് കിട്ടുന്ന സാധനങ്ങളുമായി പുറത്തേക്ക് കുതിക്കും. അവരെ ഫോളോ ചെയ്ത് ഒരു സംഘം അവരുടെ പുറകെ. ശരിക്കും ഒരു കോലാഹലം. ഇതിനിടയിൽ വീണ്ടും ആ ടെർമിനേറ്റർ ആകാശത്തേക്ക് ചാടി ഉയർന്ന് ആ വാളുമായി താഴേക്ക് വന്ന ആ നിമിഷത്തിൽ ജിൻസിങ്ങിന്റെ ചുറ്റുമായി ആയിരക്കണക്കിന് വേരുകൾ മുകളിലേക്ക് ഉയർന്നു. ആ വേരുകൾ മുകളിലേക്ക് ഉയർന്ന ആ നിമിഷത്തിലാണ് മുകളിൽ നിന്ന് ആ ടെർമിനേറ്ററുടെ അതിശക്തമായ സോഡ് ലൈറ്റ് താഴേക്ക് വരുന്നത്. അയാൾ ആകാശത്ത് വാൾ അതിശക്തമായി താഴേക്ക് വീശിയതും ആ വാളിന്റെ വീശലിന്റെ അതേ ആംഗിളിൽ ഒരു പ്രകാശം താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോഴാണ് ആയിരക്കണക്കിന് വേരുകൾ ജിൻസിങ്ങിനെ അങ്ങ് പൊതിയുന്നത്. ആ വേരുകൾ ഒന്നടങ്കം ആ വാൾ വീശിൽ അറ്റു. ഈ കാഴ്ച മാർക്ക് ഫെല്ലർ കണ്ടു. മാർക്കിന് ആ വേരുകളുടെ ഉറവിടം അറിയാം. അത് അങ്കിൾ ഗുവാനാണ്. മീശ മാർക്കിന്റെ തൊട്ടടുത്ത് ഈ കാഴ്ച കണ്ടങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മീശയും മാർക്കും. ഈവിൾ ടെർമിനേറ്ററെ തൊടാൻ അവർക്കാവില്ല. അമാനുഷികമായ ശക്തിയുള്ള കക്ഷിയാണ് ആ ഈവിൾ ടെർമിനേറ്റർ. അയാള് അവിടെ ആ രംഗം ഭരിക്കുമ്പോൾ ഒരാൾക്കും അടുക്കാൻ കഴിയില്ല. അയാളുടെ വെട്ടേറ്റ് ചിതറുന്ന കഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിടിവലിയാണ് യഥാർത്ഥത്തിൽ അവിടെ ബാക്കിയുള്ള ആളുകൾ നടത്തുന്നത്. ആ പിടിവലി നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ മിക്കവാറും എല്ലാം ട്രൂ സെയിന്റുകളാണ്. ആ ട്രൂ സെയിന്റുകൾക്കൊന്നിനും ആ ഈവിൾ ടെർമിനേറ്ററുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. മാർക്ക് ആ തെറിച്ചു വീണ എന്തോ സാധനം എടുക്കാനായി കുതിക്കുകയാണെന്നാണ് പെട്ടെന്ന് മീശയ്ക്ക് തോന്നിയത്. പക്ഷെ അടുത്ത നിമിഷത്തും മീശ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ അതിവേഗം പാഞ്ഞു വന്നത് ആ ജിൻസിങ്ങിന്റെ അടുത്തേക്കാണ്. ഈ സമയത്ത് ഈവിൾ ടെർമിനേറ്റർ നാലാമതും അയാളുടെ വാള് ഉയർത്തിക്കഴിഞ്ഞു. ആ വാളിന്റെ ലക്ഷ്യം ആ കുഞ്ഞിന്റെ നെഞ്ചാണ്. നെഞ്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ഈവിൾ ടെർമിനേറ്റർ ആഞ്ഞു വെട്ടിയതും മാർക്ക് ഫെല്ലർ സൈഡിലെ ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും അതേ സമയത്ത് അങ്കിൾ ഗുവാൻ മാർക്കിന് കൊടുത്ത ആ തടി മാർക്കിന്റെ പുറത്തേക്ക് എടുത്തു പിടിക്കുകയും ചെയ്തു. തലയിൽ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനുമായി മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ ബോഡിക്ക് മുകളിലേക്ക് വീണു. ഒരു പിഞ്ചു കുഞ്ഞാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ മുകളിലേക്ക് മാർക്ക് ഫെല്ലർ വീണതും ആ വാള് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ആ വാൾ അങ്ങനെ കടന്നു പോയതും ആദ്യം കീറി മുറിക്കപ്പെട്ടത് ആ തടിയാണ്. ആ തടി രണ്ടായി കീറി മുറിക്കപ്പെട്ടതും മാർക്കിന്റെ ആ സൈഡിലെ ബോഡി ടെക്നിക്ക് രണ്ടായി കീറി മുറിക്കപ്പെട്ടു. അതോടൊപ്പം മാർക്കിന്റെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഊജിയുടെ ഡ്രസ്സും ഛിന്നഭിന്നമാവുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ രക്തം പൊടിഞ്ഞു. പക്ഷെ ഇത്രയും സംഭവിക്കുമ്പോഴേക്കും ആ വാള് മാർക്കിനെ കടന്നിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ കാഴ്ച മീശ കണ്ടു. മീശ ആ നിമിഷത്തിന് മാർക്കിന്റെ തൊട്ടടുത്തെത്തി. മാർക്കിന്റെ തൊട്ടടുത്തെത്തിയ മീശ ഒരു കൈയിൽ മാർക്കിനെയും മറുകൈയിൽ അവിടെ നിന്ന് ചിതറിത്തെറിച്ച ചില സാധനങ്ങളും കോരിയെടുത്ത് മുന്നോട്ട് കുതിക്കുമ്പോൾ
മാർക്ക് ഫെല്ലർ തൊട്ട് സമീപത്തുണ്ടായിരുന്ന ഡാഫോഡിലിനെയും അതുപോലെ അങ്കിളിനെയും കൂടി ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷത്തിൽ മീശയുടെ കയ്യിലുള്ള റൂളർ മാർക്കിന്റെ കയ്യിലെത്തി. മാർക്ക് ആ റൂളർ പിടിച്ചു എന്ന് ഉറപ്പായതും മീശ മറ്റേ റൂളറുമായി മുന്നോട്ട് കുതിച്ചു. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് നടക്കുന്നത്. മീശ, മാർക്ക്, ഡാഫോഡിൽ, അങ്കിൾ ഗൂവാൻ, പിന്നെ ആ കൊച്ചു കുഞ്ഞിന്റെ കീറി മുറിഞ്ഞ ഭാഗങ്ങൾ, ഇത്രയുമായിട്ട് ആ സംഘടനയിടയിൽ നേരെ പുറകിലേക്ക് കുതിച്ചു. പല ഭാഗത്തേക്ക് ആളുകൾ ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചിതറി വീഴുന്ന സാധനങ്ങൾ എടുക്കാനായി ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. അതിനിടയിലാണ് ആയിരക്കണക്കിന് വേരുകൾ ആകാശത്തേക്ക് തറയുന്ന പെട്ടെന്ന് കുതിച്ചുയർന്ന് അവരുടെ ആ വിഷൻ മറച്ചത്. ആ വിഷൻ ഒന്ന് ക്ലിയർ ആകുമ്പോൾ അവിടെ ആ ജിൻസിങ്ങിന്റെ അവശിഷ്ടമില്ല. ഈവിൾ ടെർമിനേറ്ററും അയാളുടെ അങ്കിളും ആ സ്ത്രീയും ആ ജിൻസിങ് ഇരുന്ന ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ടെർമിനേറ്റർ കൂടെയുള്ള ആളോട് പറഞ്ഞു, ആരോ അവരെ രക്ഷിച്ചു. അതെ, ഞാനും കണ്ടായിരുന്നു. ആരാണ് അവരെ രക്ഷിച്ചെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. നമുക്ക് അവരുടെ ഓറ ഫോളോ ചെയ്യണം. അങ്ങനെ അവർ പറയുമ്പോഴേക്കും മീശ ആ എൻ്റെ ടീമുമായിട്ട് ഒത്തിരി ദൂരേക്ക് കുതിച്ചിരുന്നു. മീശ ആ ടീമിനെ കൊണ്ടുവന്ന് നിർത്തിയത് സോളിറ്ററി ക്ലൗഡ് സിറ്റിക്കകത്താണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിക്കകത്ത് ഒരാൾക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റില്ല. ഫിസിക്കൽ ബോഡി വെച്ചുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ മാർക്ക് ഫെല്ലർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മീശയ്ക്ക് അറിയാം. മീശ അവിടെ അവർ നിർത്തുമ്പോൾ ശരിക്കും പരിതാപകരമാണ് അങ്കിൾ ഗുവാന്റെയും മാർക്കിന്റെയും അവസ്ഥ. രണ്ടുപേരുടെയും ബോഡി കൂടി രക്തം ഒഴുകുന്നുണ്ട്. അതിനേക്കാൾ ഏറെ പരിതാപകരമാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ അവസ്ഥ. ആ പിഞ്ചു കുഞ്ഞ് യഥാർത്ഥത്തിൽ മനുഷ്യരൂപത്തിലേക്ക് മാറിയിരുന്നു. പക്ഷെ അതിൻ്റെ കാല് അരിഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ ബോഡി കൂടി തലങ്ങും വിലങ്ങും വെട്ടുവീണിട്ടുണ്ട്. ആ ഈവിൾ ടെർമിനേറ്ററുടെ വാളിന്റെ പവറിനെ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. അയാളുടെ വാളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുത്തുമില്ല. മാർക്ക് തൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഡിവൈൻ സെൻസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മിസ്സാണ്. ശരിക്കും ഒരു ഡെഡ് ബോഡിയാണ് മാർക്കിന്റെ കയ്യിലിരിക്കുന്നത്. മാർക്ക് അമ്പരപ്പോടെ ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ മീശ പെട്ടെന്ന് അയാളുടെ കൈയൊന്ന് അനക്കി. ആ ഡിവൈൻ സെൻസും ബാക്കി ഭാഗമൊക്കെ ശരിക്കും മീശ കൈയടക്കിയിരുന്നു. അത് ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കയറിയതും ആ കുഞ്ഞ് ഒന്ന് അനങ്ങി. ശരിക്കും അതിൻ്റെ ജീവൻ രണ്ട് പാർട്ടായിട്ട് എടുത്തു മാറ്റിയാണെങ്കിലും അവർ രക്ഷിച്ചു എന്ന് പറയാം. ആ ജിൻസിങ് ട്രിബുലേഷന് വിധേയമായി കുഞ്ഞായി മാറിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ കഷ്ടമായിട്ടും അവർക്ക് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. പക്ഷെ അപ്പോഴും കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആ ഡാഫോഡിൽ ആ കൊച്ചു കുഞ്ഞിനെ തട്ടി നോക്കി പറയുകയാണ്, ഏയ് അനിയ 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 നീ അനിയ അനിയ നീ കണ്ടുപിടി, ഏയ് അനിയ അനിയ. ഡാഫോഡിൽ അങ്ങനെ വിളിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഡാഫോഡിലിനോട് പറഞ്ഞു, ഏയ് ഷാരു, കുഞ്ഞിനൊന്നും പറ്റില്ല. അങ്ങനെ ഡാഫോഡിലിനോട് മാർക്ക് പറഞ്ഞപ്പോൾ പരിക്കേറ്റിരിക്കുന്ന അങ്കിൾ ഗൂവാൻ അയാളുടെ കൈയൊന്ന് അനക്കിയതും ആ കയ്യിൽ ഒരു റിങ് പ്രത്യക്ഷപ്പെട്ടു. നല്ല വലിപ്പമുള്ള ഒരു റിങ്, കയ്യിലേക്ക് ഇടാൻ കഴിയുന്ന ഒരു വളയാണെന്ന് പറയാം. ആ വള അയാൾ മാർക്കിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ വള കയ്യിൽ വാങ്ങിച്ച മാർക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ എന്താ ഇത്? മാർക്ക്, ഇതാണ് സുമേരു റിങ്. സുമേരു റിങ്ങോ? അതെന്താ മാർക്ക്? അത് ഒരു മിസ്റ്റിക് വേൾഡാണ്. ഒരു മിസ്റ്റിക് വേൾഡാണ് ആ വളയുടെ രൂപത്തിൽ നിന്ന് കേട്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു കൗതുകം. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്ത് ആ വളയ്ക്കുള്ളിലേക്ക് കടന്നു. ആ വളയ്ക്കുള്ളിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർ ശരിക്കും സ്തംഭിച്ചു പോവുകയാണെന്ന് പറയാം. ശരിക്കും ഒരു മായ ലോകം തന്നെ ആ വളയ്ക്കകത്തുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു അടിപൊളി മിസ്റ്റിക് വേൾഡ്, ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു മിസ്റ്റിക് വേൾഡ് എന്ന് പറയാം. അതിനകത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജിയുമുണ്ട്. അത് ബോധ്യമായതും മാർക്ക് ഉടൻ തന്നെ അങ്കിൾ ഗുവാനെയും ഡാഫോഡിലിനെയും മീശയും അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവരുടെ ഡിവൈൻ സെൻസിനെ മാർക്ക് അകത്തേക്ക് വലിച്ചെടുക്കുകയാണെന്ന് പറയാം. അവർ നാലും അകത്തേക്ക് വന്നപ്പോൾ ആ കൊച്ചു കുഞ്ഞും അവരൊക്കെ ഒപ്പം ഉണ്ട്. മാർക്ക് ആ സംഭവമൊക്കെ നോക്കുമ്പോൾ അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ റിങ് ഇനി നീ സൂക്ഷിക്കണം. ഏയ് അങ്കിൾ, അതൊന്നും വേണ്ട, ഇത് അങ്കിളുടെ സ്വന്തമല്ലേ, ഇത്രയും വിലപിടിപ്പുള്ള സാധനം എനിക്ക് തരണ്ട. മാർക്ക് അങ്ങനെ പറഞ്ഞതും മീശ മാർക്കിന് ഒറ്റയിടി, മാർക്ക്,
മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. വളരെ വളരെ അമൂല്യമായ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ മാർക്കിന് ആ അങ്കിൾ ഗുവാൻ കൊടുത്തിരിക്കുന്നതെന്ന് മീശയ്ക്ക് നന്നായിട്ട് അറിയാം. മാർക്കിന്റെ നല്ല മനസ്സിന്റെ ലക്ഷണത്തിന്റെ ഭാഗമായി അത് വേണ്ട എന്ന് പറയാൻ പോവുകയാണെന്ന് മീശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മീശ ഇടപെട്ടത്. അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് പ്രായമായി, നീ വേണം ഇനി ഷാരുവിനെ സംരക്ഷിക്കാൻ. ഷാരുവിനെ മാത്രമല്ല, ഈ കൊച്ചുകുട്ടിയും. നിനക്ക് ഇവരെ സംരക്ഷിക്കാൻ ഈ മിസ്റ്റിക് വേൾഡ് ഒരുപാട് ഗുണം ചെയ്യും. അങ്കിൾ ഗുവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് പിന്നെ എതിർക്കാൻ നിന്നില്ല. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ സുമാരു റിങ്ങിനുണ്ട്. ആ റിങ്ങിനകത്തേക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കിന് കടന്നു വരാം. ആ റിങ്ങിലേക്ക് മാർക്ക് കടന്നാൽ മാർക്കിനെ ആർക്കും പിടികൂടാൻ പറ്റില്ല. സുരക്ഷിതമായ ഒരു പ്ലേസ് ഇതാ മാർക്കിന് ആദ്യമായി കിട്ടിയിരിക്കുകയാണ്. ആ സുമാരു റിങ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായി അങ്ങനെ മാറി. മാർക്ക് ആ സുമാരു റിങ്ങിനകത്ത് താമസമായി. മാർക്കും മീശയും അങ്കിൾ ഗുവാനും ഡാഫോഡിലും ചേർന്ന് ആ പിഞ്ചു കുഞ്ഞിനെ പതുക്കെ ചികിത്സിച്ചു തുടങ്ങി. ശരിക്കും അതിൻ്റെ പുറത്ത് വളരെ ഗുരുതരമായിട്ട് വെട്ടുകൾ വീണിട്ടുണ്ട്. എന്നിട്ടും അത് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. അതിൻ്റെ ഡിവൈൻ സെൻസിന് ഒരു പോറല് പോലും ഉണ്ടായിട്ടില്ല. അസാമാന്യമായ ശേഷി കൊണ്ട് മാത്രമാണ് അത് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. എന്തായാലും അടുത്ത 10 ദിവസം മാർക്ക് ഫെല്ലറും ടീമും ആ കുട്ടിയെ ചികിത്സിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ശരിക്കും ജീവിച്ചിരിക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് എത്തി. ഈ സംഭവവികാസങ്ങളൊക്കെ ആ സുമാരു റിങ്ങിനകത്ത് അരങ്ങേറുമ്പോൾ കാടിനകത്ത് പെട്ടുപോയ ആളുകൾ ശരിക്കും ആ ജിൻസിങ്ങിന് വേണ്ടി തലങ്ങു വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജിൻസിങ് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. ആ ജിൻസിങ്ങിന്റെ പുറത്ത് തലങ്ങും വിലങ്ങും വെട്ടുവീണത് അവരൊക്കെ കണ്ടിരുന്നു. എന്നാലും കുറച്ച് ബാക്കി കാണണമല്ലോ. ആ പ്രധാന ഭാഗം മാത്രം ആർക്കും കിട്ടിയില്ല. അത് ആരാ കൊണ്ടുപോയത്? അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവിടെ നടക്കുമ്പോൾ അങ്ങ് തണ്ടർ കോർട്ട്യാർഡിൽ ഡീൻലിയുടെ താടി പിടിച്ച് വലിക്കുകയാണ് സാക്ഷൽ ജൂ എമിലി ബ്ലാക്കിന്റെ അടുത്ത് നിന്ന് തണ്ടർ കോർട്ട്യാർഡിൽ മടങ്ങി എത്തിയിരിക്കുകയാണ്. മാർക്കിന്റെ വാർത്തകൾ നിരന്തരമായി കേട്ടപ്പോൾ ഡീൻലിക്ക് അടുത്തേക്ക് ജൂ ഓടിയെത്തിയതാണ്. ജൂവിന് ഒരു ഡിമാൻഡ്. ഡീൻലിയുടെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് ജൂ പറഞ്ഞു, ഏയ് ഓൾഡ് മാൻ, എന്നെ മാർക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഏയ് ജൂ, നീ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല അവിടെ പോവുക എന്ന് പറയുന്നത്. അത് ഒരുപാട് ദൂരെയാണ്. ഏയ് ഓൾഡ് മാൻ, അതൊന്നും വിഷയമല്ല, എനിക്കവിടെ പോകണം. ഏയ് ജൂ, നീ അവിടെ പോയാൽ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യും? അങ്ങനെ ഡീൻലി ചോദിച്ചതും ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഫ്ലവർ ഗ്രാനി ഡീൻലിയോട് പറഞ്ഞു, ഹേയ് ജൂന് അതൊന്നും വിഷയമല്ല. ജൂ സന്തോഷമായിരുന്നാൽ അവളുടെ കൾട്ടിവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അവളുടെ ബോഡിയുടെ പ്രത്യേകത അതാണ്. ഫ്ലവർ ഗ്രാനിയും കൂടി സമ്മതിച്ചപ്പോൾ ഡീൻലി ജൂവിനോട് പറഞ്ഞു, ജൂ, അനുയോജ്യമായ ഒരു സമയം വരട്ടെ, ഞാൻ നിന്നെ ഉറപ്പായി അവിടേക്ക് എത്തിക്കാം. ജൂ നിർബന്ധ ബുദ്ധി പിടിക്കുന്നത് കൊണ്ടാണ് ഡീൻലി അത് സമ്മതിച്ചത്. ഈ സമയത്ത് ഹോളി റീജനിൽ മാർക്ക് ഫെല്ലറെ വകവരുത്താൻ പറ്റിയില്ല എന്നുള്ള കാര്യം പതുക്കെ പതുക്കെ അറിഞ്ഞു വരികയാണ്. ഒരുപാട് ആളുകൾക്ക് മാർക്കിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ യാവോ കുടുംബവും ഷീ കുടുംബവും കൊടുത്തതാണ്. പക്ഷെ അതങ്ങോട്ട് ഫലവത്താകുന്നില്ല. ഈ സമയത്ത് സുമാരു റിങ്ങിനകത്ത് മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനിവിടെ ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല. എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാർക്ക്, സമയമാകുമ്പോൾ നമുക്ക് തമ്മിൽ കാണാം. നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നീ ഈ സോളിറ്ററി സിറ്റിയിൽ വന്നാൽ മതി, ഞാൻ നിന്നെ കണ്ടുപിടിച്ചോളാം. മീശ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ മീശയ്ക്ക് അവിടെ നിന്ന് പുറത്തു പോകാനുള്ള അനുവാദം കൊടുത്തു. മാർക്കിന് ഇപ്പോൾ ആ സുമാരു റിങ് നിയന്ത്രിക്കാൻ പറ്റും. ആ സുമാരു റിങ്ങിനകത്തേക്ക് ആരെ കടത്തണം, ആരെ പുറത്താക്കണം എന്നൊക്കെ മാർക്കിന് നിയന്ത്രിക്കാൻ പറ്റും. മാർക്ക് മീശയെ ആ സുമാരു റിങ്ങിൽ നിന്ന് പുറത്തെത്തിച്ചു. മാർക്കിനോട് യാത്ര പറഞ്ഞ മീശ അതിവേഗം അവിടെ നിന്ന് മറയുകയും ചെയ്തു. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മാർക്ക് ഫെല്ലർ പതുക്കെ പതുക്കെ മാർക്കിന്റെ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. മാർക്ക് ആ സുമാരു റിങ്ങിനകത്ത് കൾട്ടിവേഷൻ തുടങ്ങി അധിക ദിവസം കഴിയുമ്പോൾ സുമാരു റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി മാർക്ക് പറഗേട്രിക്ക് അകത്തേക്ക് ചെന്നു. പറഗേട്രിയിൽ ഡീമൺ ബീസ്റ്റുകൾ നേരിടുക, ആ ഡീമൺ ബീസ്റ്റുകളുടെ കോറ് വലിച്ചെടുക്കുക, ഡിവൈൻ സെൻസ് വലിച്ചെടുക്കുക, ആ പ്രക്രിയകളിൽ ഏകദേശം ഒരാഴ്ചയോളം വ്യാപരിക്കുന്ന മാർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ ഉടൻ തന്നെ സുമാരു റിങ്ങിലേക്ക് മടങ്ങും.
അങ്ങനെ മാർക്ക് ആ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമാണ് അതിവേഗം അങ്ങ് കടന്നുപോയത്. പെട്ടെന്നാണ് 10 വർഷം പൂർത്തീകരിച്ചത്. മാർക്ക് ഹോളി റീജിയനിൽ നിന്ന് പുറത്തായിട്ട് 70 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പോൾ മാർക്ക് ഫെല്ലർ 3rd ലെവൽ ട്രൂ സെയിന്റിന്റെ മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് കൂടെ കടന്നാൽ മാർക്ക് 4th ലെവലിലേക്ക് കടക്കും. അതാണ് മാർക്കിന്റെ സ്റ്റേജ്. ഈ സമയത്ത് അകത്ത് ആ സുമാരു റിങ്ങിൽ 10 വയസ്സുള്ള ഒരു കുഞ്ഞായി ആ ജിൻസിങ് മാറിയിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി കൊച്ചു പയ്യൻസ്. അതുപോലെ രസമുള്ള കുട്ടിയാണ് ഈ ഡാഫോഡിലും ആ കുഞ്ഞും മാർക്കിനെ ബിഗ് ബ്രദർ എന്നാ വിളിക്കുക. രണ്ടുപേരും മാർക്കിന്റെ കയ്യിൽ തൂങ്ങി ആ റിങ്ങിനകത്തൂടെ അങ്ങ് നടക്കും. അതൊരു വിശാലമായ സ്ഥലമാണ്. ആ റിങ്ങിനകത്ത് മാർക്കും ഡാഫോഡിലും ആ കുട്ടിയും കൂടി കളിക്കുമ്പോൾ അങ്കിൾ ഗുവാൻ സന്തോഷത്തോടെ ആ കാഴ്ച കാണും. ശരിക്കും സന്തോഷകരമായ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഹോളി റീജിയനിൽ സാക്ഷാൽ ഷൈൻ സെക്ലൂഷനിലാണ്. ഷൈൻ വളരെ സുതാര്യമായ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുന്നത്. പുറത്തു നിൽക്കുന്ന ഷൈൻ്റെ പിതാവ് ഷീ ഊജിനും അതുപോലെ അവൻ്റെ മാസ്റ്റർ ഷീ ലീമാനും ആ കാഴ്ച കാണാം. ഷീ ലീമാൻ ഹോളിലോട് ഷീ ഊജിനോട് പറഞ്ഞു, ഹോളിലോട്ട് ഷൈൻ ഇനി ബ്രേക്ക് ത്രൂ നടത്തിയാൽ അവൻ 5th ലെവലിലേക്ക് കടക്കും. അവൻ 5th കടന്നാൽ പിന്നെ ഒരു മിസ്റ്റിക് വേൾഡിനകത്തേക്ക് അവനെ കൊണ്ടുപോകണം. ആ മിസ്റ്റിക് വേൾഡിൽ അവൻ ഒരു ശ്രമം നടത്തിയാൽ അതിവേഗം 6th ലെവലിലെത്തും. 6th ലെവലിലെത്തിയാൽ പിന്നെ നമ്മൾ അമാന്തിക്കരുത്. ആ നിമിഷത്ത് തന്നെ നമുക്ക് ബ്ലാക്ക് കുടുംബത്തിൽ പോകണം. അവിടെ പോയി എമിലി ബ്ലാക്കിനെ പെണ്ണ് ചോദിക്കണം. എമിലി ബ്ലാക്കുമായി ഷൈൻ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഷീ കുടുംബത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ശരിക്കും 6th ലെവലിലേക്ക് ഷൈൻ എത്താൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ലീമാൻ അങ്ങനെ പറഞ്ഞതും ഊജിൻ ലീമാനോട് ചോദിച്ചു, അല്ല ആ മാർക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതുമാത്രമല്ല, അവൻ ഇനിയിപ്പോൾ ഇവിടേക്ക് വന്നാലും നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഈ കൈക്ക് തീരാവുന്നതേ ഉള്ളൂ. അവൻ്റെ സുഹൃത്തിൻ്റെ കൈകൾ നമ്മൾ അരിഞ്ഞ് പാഴ്സലായിട്ട് അവൻ അയച്ചു കൊടുത്തിരുന്നല്ലോ. അതവൻ കണ്ടു കാണും. അവനറിയാം ഇവിടേക്ക് വന്നാൽ ഇനി എന്ത് സംഭവിക്കും. ചാങ്മാങ്ങിൻ്റെ കൈകൾ അരിഞ്ഞ് ഇതിനിടയിൽ അവന്മാര് ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ അയച്ചു കൊടുത്തിരുന്നു. മാർക്കിന്റെ ശത്രുക്കൾ അത് കാണിച്ച് ഒന്ന് ഭയപ്പെടുത്തുകയും ചെയ്തതാണ്. മാർക്ക് അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ റിങ്ങിനകത്ത് പ്രാക്ടീസ് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് തണ്ടർ കോർട്ട്യാർഡിൽ ജൂവിനോട് ഡീലി പറഞ്ഞു, ജൂ, നിനക്ക് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ഞാൻ ഏതാണ്ട് റെഡിയാക്കി വരികയാണ്. അധികം സമയം കഴിയുമ്പോൾ നിന്നെ ഞാൻ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കാം. അതുമാത്രമല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പ്ലാറ്റ്ഫോം ഈ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് വളരെ വളരെ ദൂരത്താണ്. മറ്റൊരു ഗാലക്സിയിലെ ഒരു പ്ലാനറ്റാണ് ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അവിടം വരെ പോകാനുള്ള സംവിധാനം ഒരുക്കാൻ തന്നെ ഒരുപാട് സ്പിരിച്വൽ എനർജി വേണം. സ്പിരിച്വൽ എസൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അനവധി സ്പിരിറ്റ് സ്റ്റോണുകളെ സംസ്കരിച്ച് മാത്രമേ സ്പിരിച്വൽ എസൻസ് ഉണ്ടാക്കാൻ പറ്റൂ. ആ സംവിധാനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു യഥാർത്ഥത്തിൽ ഡീൻലി അത് പറഞ്ഞതും ഫ്ലവർ ഗ്രാനി ഡീൻലിയോട് പറഞ്ഞു, ജൂവിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് മാർക്കിൻ്റെ കാര്യം. മാർക്ക് നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. എനിക്ക് ഉറപ്പാണ് അവൻ്റെ പിതാവിനെ പോലെ അവനും ഈ പ്രപഞ്ചത്തിൽ അവൻ്റെതായ ഒരു അടയാളമിടുമെന്ന്. മാർക്കിൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലവർ ഗ്രാനിക്ക് വല്ലാത്തൊരു ആവേശമാണ്. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും മാർക്കിൻ്റെ പിതാവിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പറഗേറ്ററിയിൽ 7th ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്ക് ഓരോ ലെവലായിട്ട് മുന്നേറി വരികയാണ്. 7th ലെവലിലേക്ക് കടന്ന മാർക്കിന് ഭയങ്കര അതിശയം. അവിടെ മാർക്ക് കണ്ടുമുട്ടുന്ന സകല
ഡീമൺ ബീസ്റ്റുകൾക്കും ഭയങ്കര വലിപ്പം. അതുമാത്രമല്ല അവിടെ സ്പിരിച്വൽ എനർജിക്കൊപ്പം തന്നെ ഡീമൺ എനർജിയുമുണ്ട്. ബ്രൈറ്റ് എനർജിയും ബ്ലാക്ക് എനർജിയും ഒരുപോലെയുണ്ട്. മാർക്കിൻ്റെ ബോഡിക്ക് പറ്റിയ ഒരു സാഹചര്യം എന്ന് പറയാം. മാർക്ക് ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും സ്വാഭാവികമായി ഒരു സംഘടന ഉണ്ടാവുമല്ലോ. അവിടെ വെച്ച് മാർക്ക് നേരത്തെ മാർക്കുമായി ഏറ്റുമുട്ടിയിട്ടുള്ള പല ഡീമനുകളെയും കണ്ടു. ആ ഡീമനുകൾ പലതും പാത്തം പതുങ്ങി കഴിയുന്നത് ശരിക്കും ആ 7th ലെവൽ പർഗേറ്ററിയിലാണ്. ശരിക്കും അവിടെ വെച്ച് മാർക്ക് അവരെ വീണ്ടും കണ്ടുമുട്ടി എന്ന് പറയാം. മാർക്കിനെ അവിടെ കണ്ടപ്പോൾ ആ പല ഡീമനുകൾക്കും വല്ലാത്തൊരു അതിശയം, അരിശവും അതിനൊപ്പം ഉണ്ട്. ഒരു ഹ്യൂമൻ കൾട്ടിവേറ്റർ ആ 7th ലെവലിലേക്ക് സാധാരണ വരാറില്ല. 7th ലെവലിലേക്ക് വരുന്ന ഹ്യൂമൻ കൾട്ടിവേറ്റർ അവർക്കൊരു ത്രെട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഹ്യൂമൻ കൾട്ടിവേറ്ററെ കണ്ടപ്പോൾ ഡീമനുകൾ ഒന്നിച്ച് മാർക്കിന് നേരിട്ടു. മാർക്കും അവരുമായിട്ടുള്ള സംഘടനം ആരും വിജയിക്കാത്ത പരുവത്തിലെത്തിയപ്പോൾ മാർക്കിൻ്റെ പരിചയക്കാരായ ചില ഡീമനുകളും സ്ഥലത്തെത്തി. അവർക്ക് ഭയങ്കര അതിശയം മാർക്ക് ഫെല്ലർ അവിടെ എത്തിയതിൽ. അതിൽ മാർക്കുമായി 10 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമുട്ടിയ റെൻ ഓയുമുണ്ട്. റെൻവോയ്ക്ക് മാർക്കിൻ്റെ കയ്യിൽ നിന്ന് കാര്യമായി കിട്ടിയതും അയാളുടെ ഗുരുനാഥനെ വിളിക്കാനായി അവിടുന്ന് അതിവേഗം മുങ്ങി. മാർക്ക് ഈ സമയത്താണ് അങ്ങ് ദൂരെയായി ഒരു മല കണ്ടത്. ആ മലയിൽ നദികൾ ഒഴുകി ഇറങ്ങുന്ന കണ്ടതുകൊണ്ട് മാർക്ക് ഫെല്ലർ അതിവേഗം ആ നദിയുടെ അടുത്തെത്തി. 7th പർഗേറ്ററി മറ്റുള്ള പർഗേറ്ററികളെക്കാൾ വളരെ വലിപ്പമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മലകൾ ഇഷ്ടംപോലെ ഉണ്ട്. മാർക്ക് ആ മലയുടെ അടുത്തെത്തുമ്പോൾ അവിടെ ഒഴുകിയിറങ്ങുന്ന നദികൾക്കൊക്കെ നല്ല കറുപ്പ് നിറം. ആ കറുപ്പ് നിറം കണ്ട മാർക്കിന് വല്ലാത്തൊരു കൗതുകം. മാർക്ക് അതിവേഗം ആ കറുത്ത നദിയിൽ നിന്ന് കുറച്ച് വെള്ളം മാർക്കിൻ്റെ നിലവറയിലെ ഒരു പാത്രത്തിലേക്ക് നിറച്ചിട്ട് അവിടുന്ന് അതിവേഗം തിരിച്ച് മാർക്കിൻ്റെ സുമറായി റിങ്ങിലെത്തി. ശരിക്കും മാർക്ക് അതിവേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയാം. മാർക്ക് ഫെല്ലർ ആ വെള്ളം എടുക്കുന്ന കാഴ്ച കണ്ട് ഒരുപാട് ഡീമനുകൾ മാർക്കിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയതാണ്. മാർക്കിൻ്റെ ലൈൻ വേർഡ് ഫോർമുലയും അതുപോലെ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ചൊക്കെ ആക്ടിവിറ്റി ചെയ്താണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. ശരിക്കും മാർക്കിന് സുമറായി റിങ് ഒരു സഹായകരമായി ഉള്ളതുകൊണ്ട് അതിവേഗം രക്ഷപ്പെടാൻ പറ്റും. സുമറായി റിങ്ങിനകത്ത് മാർക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മാർക്കിന് ആർക്ക് കാണാൻ പറ്റില്ല. മാർക്ക് ആ റിങ്ങിനകത്ത് എത്തിക്കഴിഞ്ഞതും ആ രക്തം മാർക്ക് അവരെ കാണിച്ചു. അകത്തുള്ള ഡാഫോഡിലിനെയും അങ്കിൾ ഗുവാനെയും അതുപോലെ ആ കൊച്ചു പയ്യൻസിനെയും. ആ രക്തം കണ്ടതും അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് 7th പർഗേറ്ററിയിലെ ബ്ലഡ് ആണല്ലോ. അവിടുത്തെ ഡാർക്ക് റിവറിലെ ബ്ലഡാണിത്. ഇത് അമൂല്യമാണ്. മാർക്ക്, നീ ഈ ബ്ലഡിൽ തൊട്ടായിരുന്നു? ഇല്ല. മാർക്ക്, ഈ ബ്ലഡിൽ തൊട്ടാൽ കൈ ഉരുകിപ്പോവും. അങ്ങനെ ഗുവാൻ പറയുമ്പോഴേക്കും മാർക്ക് ആ ബ്ലഡിൽ കൈ തൊടുകയും ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിൻ്റെ കൈ അങ്ങ് എരിഞ്ഞു തുടങ്ങി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ കൈ എരിയുന്ന കണ്ടതും അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞതല്ലേ ഇത് ഡീമനുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഡീമനുകൾ ഉപയോഗിക്കുന്ന ബ്ലഡാണെന്ന് കേട്ടതും മാർക്ക് പെട്ടെന്ന് മാർക്കിൻ്റെ ഉള്ളിലെ സാത്താൻ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിൻ്റെ കൈ കരിഞ്ഞു തീരുന്ന പ്രക്രിയ അവസാനിച്ചെന്ന് മാത്രമല്ല, മാർക്കിൻ്റെ കയ്യിൽ ഒരു പ്രകാശം ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്നാണ് ആ എൻറ്റയർ ബ്ലഡും മാർക്കിൻ്റെ ബോഡിയിലേക്ക് പതുക്കെ ലയിച്ചു ചേരുന്നത്. മാർക്കിൻ്റെ ബോഡിയുടെ പ്രത്യേകത ആ നിമിഷത്തിലാണ് ഗുവാന് മനസ്സിലാക്കുന്നത്. മാർക്ക്, നിന്റെ കയോട്ടിക് ബോഡി ആയതുകൊണ്ട് നിനക്ക് ആ നദിയിലെ ജലം വലിച്ചെടുക്കാൻ പറ്റും. ശരിക്കും ആ രക്തം നിനക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാർക്ക്, നിന്നെ അനവധി ലെവൽ മുകളിലേക്ക് എത്തിക്കാൻ ആ രക്തത്തിന് കഴിയും. മാർക്കിനോട് അങ്കിൾ ഗുവാൻ അത് പറഞ്ഞപ്പോൾ മാർക്കിൻ്റെ കണ്ണുകൾ വിടർന്നു. പക്ഷേ ആ 7th പർഗേറ്ററിയിൽ നിന്ന് ഈ പ്രാവശ്യം മാർക്ക് രക്ഷപ്പെട്ടത് ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ്. ശരിക്കും വളരെ അപകടകരമാണ് ആ 7th പർഗേറ്ററി. മാർക്ക് ഒരു തവണ അവിടെ പോയതുകൊണ്ട് ഇനി മാർക്ക് അവിടെ ചെന്നാൽ അവിടെ മാർക്ക് അറ്റാക്ക് ചെയ്യപ്പെടും. മാർക്കിനെ കൊലപ്പെടുത്താനായി എല്ലാ സംവിധാനങ്ങളും അവിടെയുള്ള ഡീമനുകൾ ഒരുക്കുകയും ചെയ്യും.
പക്ഷെ മാർക്കിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പറ്റിയ ഒരു സ്ഥലം മാർക്ക് കണ്ടിരിക്കുകയാണ്. അത് ആ സെവന്ത് പർഗട്ടറിയിലെ കറുത്ത നിറമുള്ള ആ രക്തമാണ്. ആ രക്തം ഒരു കയോട്ടിക് ബോഡിക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം, ശക്തി വളർത്തൽ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ശരിക്കും ഷൈൻ അവിടെ ആ കണ്ണാടി കൂടുകളുള്ള സ്ഥലത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായി അങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ ഇവിടെ മാർക്ക് ഫെല്ലർ സെവന്ത് പർഗട്ടറിയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതേ സമയത്ത് ഡീൻലി ജൂവിനെ ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. സംഘടനകളുടെ ഒരു ശൃംഖലയാണ് വരാൻ പോകുന്നത്. ഹോളി റീജിയനും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ആ അനിവാര്യമായ സംഘടന അത് നടക്കാനുള്ള സമയമായി. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.